അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങിനായിട്ടുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യുന്നത് 24-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ശരിക്കും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ 24-ാമത്തെ വയസ്സ് വരെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. 3 വയസ്സിലൊക്കെ നമുക്ക് എന്താ ഉള്ളത്, എന്തറിവാ ഉള്ളത്? 3 വയസ്സുള്ള ഒരു നായയെ നോക്ക്, അത് ഭയങ്കര ഫൈറ്ററായി മാറിക്കഴിഞ്ഞു. 3 വയസ്സുള്ള മനുഷ്യനെ നോക്ക്, കഷ്ടിച്ചെണീറ്റ് നടക്കാറായി, ഒന്നും അറിയില്ല, മണ്ണ് വാരി തിന്നുന്ന വിഡ്ഢിയാണ് ഇപ്പോഴും. അയാൾക്ക് എന്താണ് ആഹാരം, എന്താണ് ആഹാരമല്ലാത്തതെന്ന് വ്യവച്ഛേദിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മുട്ടറ്റുള്ള വെള്ളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥൻ വിചാരിക്കുകയാണ്. ആ സിദ്ധാർത്ഥനോട് ആരോ പറയുകയാണ്, സിദ്ധാർത്ഥ, വേനൽക്കാലത്ത് വറ്റിയൊഴുകുന്ന ഈ നദി മുറിച്ച് കിടക്കാൻ നിനക്ക് ത്രാണിയില്ല. ഈ നീയാണോ സംസാരം എന്ന സാഗരത്തെ തരണം ചെയ്യാൻ പോണത്? ലോകത്തിലെ ഏറ്റവും പൊട്ടൻഷ്യൽ മനുഷ്യനാണ്, സമ്മതിച്ചു. പക്ഷേ വളരെ പതുക്കെയാണ് അയാൾ സത്യം ഗ്രഹിക്കുന്നത്. സത്യത്തിൻ്റെ ഗ്രഹണം വളരെ സ്ലോ ആണ്. വിശന്നിട്ട് അമ്മയുടെ പാല് കിട്ടാതെ, വിശന്നിട്ട് ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയ ഒരു കുഞ്ഞിൻ്റെ മുഖം, അതെനിക്ക് മരണം വരെ എന്നെ വേട്ടയാടും. രണ്ടാമത് എന്നെ വേട്ടയാടുന്നൊരു മുഖമുണ്ട്. സുദീർഘമായ വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടും അറിവ് ലഭിക്കാതെ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ മുഖം. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, തേടി ചെല്ലാവുന്നിടത്തെല്ലാം ഞാൻ ചെന്നു കഴിഞ്ഞു. ഒന്നും സംഭവിക്കാത്ത വർഷങ്ങൾ കടന്നുപോയി. സത്യം ഇപ്പോഴും എനിക്ക് അപ്രാപ്യമാണ്, എനിക്ക് അകലെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യം ഉണ്ടാവില്ല. 20 വയസ്സിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഏറെക്കുറെ തെറ്റായിരിക്കും. വേദാന്തത്തിലേക്കുള്ളൊരു യാത്ര പങ്ക് പറഞ്ഞു. ഈ ആത്മാന്വേഷണവും വേദാന്തവുമാണല്ലോ അപ്പോൾ നമ്മൾ സംസാരിച്ച് വന്നത്. തുടക്കം മുതൽ തന്നെ അങ്ങ് എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്ന പോലെയാണ് ആത്മാന്വേഷണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ആശ്രമത്തിൽ 2 വർഷമാണ് ചിലവാക്കി. അപ്പോൾ അതിലൂടെയാണോ ഈ ഒരു എന്താ പറയുക, നമുക്കൊരു അന്വേഷണം നടത്തുന്ന സമയത്ത് നമ്മൾ സ്വന്തം ആത്മാവ് അന്വേഷിക്കുമ്പോൾ നമുക്ക് വേദാന്തത്തിലേക്ക് വളരെ ഈസി ആയിട്ട് കടന്നു ചെല്ലാൻ പറ്റുന്നതാണല്ലോ. അത് ആ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ആ വേദാന്തത്തിൻ്റെ ഇതിലേക്ക് ഒന്ന് പരിപൂർണമായി പോവാം. വേദാന്തം, ഞാനെങ്ങനെ വേദാന്തത്തെ അനുഭവിച്ചു, എങ്ങനെ അതിനെ നോക്കി കാണുന്നു, അതെ, അതാണല്ലോ എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റിലും അങ്ങനെയാണല്ലോ നിങ്ങളൊരു വിഷൻ. അതെ, ഓരോരുത്തർക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ കവിത, അതിനെ ഞാൻ വ്യാഖ്യാനിച്ച് എൻ്റെ ജീവിതമായിട്ട് ഇൻറ്റേർണലൈസ് ചെയ്തു. അതുപോലെ തന്നെയാണ് വേദാന്തവും. വേദാന്തം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒട്ടും ഡെക്കറേഷൻ ഇല്ലാതെ, ഒട്ടും അലങ്കരിക്കപ്പെടാത്ത സത്യമാണത്. ഒട്ടും ഫ്ലവറി ലാംഗ്വേജ് അത് ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും കുറഞ്ഞ വാക്കുകളിലാണ് വേദാന്തം സത്യം ഡെലിവറി ചെയ്യുന്നത്. വാക്കുകളിൽ അതിന് വലിയ വിശ്വാസം ഇല്ല വാസ്തവത്തിൽ. വേദാന്തത്തിൽ വാക്കുകൾക്ക് അതീതമായ ഒരു കമ്മ്യൂണിക്കേഷനാണ് വേദാന്തം വാസ്തവത്തിൽ ഉന്നം വയ്ക്കുന്നത്. പക്ഷേ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. അതാണ് വേദാന്തത്തെ ഇന്ന് നമ്മൾ കാണുന്ന വേദാന്തം. വാക്കുകൾക്കപ്പുറത്തുള്ള ഒരു കാര്യത്തെ വാക്കുകൾ നിരത്തി വെച്ച് പറയുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് വേദാന്തം നിർവഹിക്കുന്നത് ചരിത്രത്തിൽ. വാക്കുകൾ ചേർത്ത് വെച്ച് വാക്കുകൾക്കപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോവുക. ഇതാണ് ഋഷിമാർ ചെയ്തു വെച്ചത്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഇപ്പോൾ ലാവോട്സോ പറയും, അറിയുന്നവൻ പറയുന്നില്ല, പറയുന്നവൻ അറിയുന്നില്ല എന്ന് അദ്ദേഹം ഒരു ബൈനറി ഉണ്ടാക്കുന്നുണ്ട്. അറിയുന്നവൻ പറയുന്നു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. വാസ്തവത്തിൽ പിന്നെ വേദാന്തം വാക്കുകൾക്ക് അപ്പുറത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആ അർത്ഥത്തിലാണ് അറിയുന്നവൻ പറയുന്നില്ല എന്ന് പറയുന്നത്. നമുക്ക് വെറുതെ പറഞ്ഞു പോകാൻ മാത്രം അത് സാധിക്കുന്നില്ല, അതിനപ്പുറമാണ് അതിൻ്റെ അനുഭവതലം. ആ അനുഭവതലത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് അനുഭവതലമാണ് എന്നെ സ്പർശിച്ചത്. അനുഭവം, ആ മൂല്യമാണ് നമ്മളെ സ്പർശിക്കുന്നത്. ഒരുപക്ഷെ വേദാന്തത്തിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുണ്ട്, 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ ഇന്ന് പോലും ഉണ്ട്. നമുക്ക് മുമ്പ് മൺമറഞ്ഞു പോയ പുസ്തകങ്ങൾ പിന്നെയും പലതായിരിക്കാം. ഇതിനെല്ലാം നമുക്ക് വാസ്തവത്തിൽ ഒരു അനുഭവമായ ഒരു പോയിന്റിലേക്ക് നമുക്ക് ക്രോഡീകരിച്ച് പറയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒട്ടും അലങ്കരിക്കപ്പെടാത്ത വാക്കുകൾ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ഒരു മെത്തഡോളജിയാണ് വേദാന്തം. ഒരു ഉപമ പറയുകയാണെങ്കിൽ ഒരു നവോഢയെ പോലെയാണ് വേദാന്തം. സത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു നവോഢ അല്ലെങ്കിൽ പെൺകുട്ടി മണവറത്തോഴം വരുമ്പോൾ മണവാട്ടി മൂകയായി പോവും.
ലജ്ജാവൃതയായിപ്പോവും. അത് അവൾക്ക് പറയാനൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, വാക്കുകളേക്കാൾ പവർഫുള്ളാണ് അവളുടെ ലജ്ജയ്ക്കും അവളുടെ മൗനത്തിനും. ഒരുപക്ഷെ അവളവിടെ ഫ്ലവറി ആയിട്ട് വാഗ്മിയെ പോലെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും. എന്നാലോചിച്ച് നോക്കുമോ, മണവറത്തോഴൻ കടന്നു വരുന്നു, മണവാട്ടി ഗംഭീരമായൊരു പ്രഭാഷണം നടത്തുന്നു. അതല്ല അവിടുത്തെ അന്തരീക്ഷം. അത് അത്രയും പ്രണയാർദ്രമായ, അത്രയും തീക്ഷ്ണമായ ഒരു അന്തരീക്ഷമാണ് അവിടെ. വാക്കുകൾ സെക്കൻഡറിയാണ്, വികാരങ്ങൾ അവിടെ തുടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഉപനിഷത്തുക്കൾ നമ്മളിലേക്ക് വരുന്നത്. ഒരു നവോഢയിൽ നിന്ന് വരുന്ന നോട്ടം പോലെ, ഒരു നവോഢയിൽ നിന്ന് വരുന്ന അർത്ഥോക്തി പോലെ, അവളിൽ നിന്ന് വരുന്ന ഒരു നിശ്വാസം പോലെ, അതിലെല്ലാം പ്രണയമാണ്. ഒരു നവോഢയുടെ നോട്ടത്തിൽ, അവളുടെ ചലനത്തിൽ, അവളുടെ നിശ്വാസത്തിൽ, അവളുടെ മൗനത്തിൽ എപ്രകാരമാണോ പ്രണയം വാചാലമായിരിക്കുന്നത്, അതുപോലെ ഋഷിമാരുടെ മൗനത്തിൽ, അവരുടെ അർത്ഥോക്തിയിൽ, അവരുടെ നോട്ടത്തിൽ, അവരുടെ മൗനത്തിൽ, അവരുടെ വാക്കുകളിൽ, അവരുടെ അർത്ഥവിരാമങ്ങളിൽ, അവരുടെ പൂർണ്ണവിരാമങ്ങളിൽ സത്യം പ്രകമ്പനം കൊള്ളുകയാണ് വേദാന്തം. ഋഷിപ്രോക്തം അത് അൾട്ടിമേറ്റാണ്, അത് ഫൈനലാണ്. ഏറ്റവും കുറച്ച് വാക്കുകളാണ് വാസ്തവത്തിൽ വേദാന്തം. നേരെ നമ്മുടെ ഹൃദയത്തിലേക്കാണത് ഉന്നം വയ്ക്കുന്നത്. ഒരു ബൈപ്പാസും ഇല്ല, ഒരു ഷോർട്ട് കട്ടും ഇല്ല. ഓൾവേസ് എന്താ പറയുക, സ്ട്രെയിറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് വേ. ബ്രൂസിലി പറയുന്ന ഒരു കാര്യം. സ്ട്രെയിറ്റ് വേ തന്നെയാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതെന്നാണ് ബ്രൂസിലി പറയുന്നത്. അപ്പോൾ എങ്ങനെയാണോ ഒരു നവോഢയുടെ എല്ലാ ചലനങ്ങളിലും പ്രണയം തുളുമ്പി നിൽക്കുന്നത്, അതുപോലെയാണ് ഒരു ഋഷിയുടെ മൗനത്തിലും അദ്ദേഹത്തിൻ്റെ അർത്ഥോക്തിയിലും അദ്ദേഹത്തിൻ്റെ അർത്ഥവിരാമത്തിലും എല്ലാം സത്യമാണ് പ്രകമ്പനം കൊള്ളുന്നത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലൂടെയാണ് അത് നമ്മളിലെത്തിയിട്ടുള്ളത്. അതറിയണമെങ്കിൽ ശങ്കരാചാര്യരുടേതെന്ന് കരുതപ്പെടുന്ന ഒരു ശ്ലോകം, വാസ്തവത്തിൽ അത് മാത്രം മനസ്സിലാക്കിയാൽ നമ്മൾക്ക് വേദാന്തം എന്താണെന്ന് മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കും. അദ്ദേഹം പറയാണ്, ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥ കോടിഭിः ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ ന അപര. അതായത് കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സത്യത്തെ ഞാൻ ശ്ലോകാർത്ഥം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ഇതാണ് അതിൻ്റെ മർമ്മം. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നീട് ഡിസ്കഷൻ നടന്നിരിക്കുന്നത് ഈ ഒരു പോയിന്റിലായിരിക്കും. എന്താണ് ബ്രഹ്മസത്യവും ജഗന്മിഥ്യ? പിന്നീട് ഇതിനെക്കുറിച്ച് ഗംഭീരമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. മിഥ്യ എന്നുള്ള വാക്കിനെ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് പിന്നീട് ചെയ്തത്. വേദാന്തം ഏറ്റവും കൂടുതൽ ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടത് ഈ ഒരു വാക്കിൻ്റെ പുറത്താണ്, മിഥ്യ. ലോകത്തെ ശങ്കരാചാര്യർ തള്ളിക്കളഞ്ഞു എന്നായിരുന്നു ഏറ്റവും വലിയ ഒരു വേദാന്തം കേട്ട ഏറ്റവും വലിയൊരു അപവാദം. വേദാന്തത്തെ അപവാദിക്കാൻ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചത് ശങ്കരാചാര്യർ ഈ ലോകത്തെ തള്ളിക്കളഞ്ഞു, അല്ലെങ്കിൽ വേദാന്തം ലോക ജീവിതത്തെ പാടെ നിഷേധിക്കുന്നു, എന്നിട്ടത് സാങ്കല്പികമായ, കാൽപ്പനികമായ, അല്ലെങ്കിൽ വളരെ ആത്മനിഷ്ഠമായ ഒരു ബ്രഹ്മത്തെ സത്യമായി പ്രതിഷ്ഠിക്കുന്നു. എന്നിട്ട് ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഇതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റേതോ ബ്രഹ്മത്തിലേക്ക് പോകാൻ അവർ ആഗ്രഹിക്കുന്നു. ഈ രീതിയിലൊക്കെ ഗംഭീരമായ രീതിയിൽ അത് ഡിസ്റ്റോർട്ട് ചെയ്യപ്പെട്ടു. പക്ഷേ വാസ്തവത്തിലെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞത് എൻ്റെ സത്യം തന്നെയായിരുന്നു, അത് ട്രൂത്താണ്. ഈ മിഥ്യ എന്നുള്ള വാക്കിനെ മനസ്സിലാക്കുന്ന നിമിഷം നമുക്ക് മനസ്സിലാകും സത്യമാണത്. അതിനാദ്യം ഈ ഒരു സ്പർശം നമ്മളിലുണ്ടാവണം, ഈ അഗ്നി നമ്മുടെ ഉള്ളിലുണ്ടാവണം, നമ്മൾ ആ വേവ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം, അതിൻ്റെ ചൂട്, അത് കൊണ്ടുവരുന്ന രാസമാറ്റം, അത് കൊണ്ടുവരുന്ന പരിണാമം അനുഭവിച്ച ഒരാൾക്ക് മാത്രമാണ് എന്താണ് ആചാര്യസ്വാമികൾ അല്ലെങ്കിൽ ആരാണോ ഇത് പറഞ്ഞത് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, മിഥ്യ എന്നുള്ള വാക്കിൻ്റെ അനുഭവതലത്തിലുള്ള അർത്ഥം എന്താണ്, ഇതിൻ്റെ വാക്കർത്ഥമോ ഡിക്ഷണറി തരുന്ന അർത്ഥമോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനുഭവതലത്തിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മിഥ്യ എന്നുള്ള വാക്കിന് വാസ്തവത്തിൽ കടന്നു പോകുന്നതെന്ന് മാത്രമാണ് അർത്ഥം.
ജഗത്ത് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ അതാണ്, ശാശ്വതമല്ല, അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അതവിടെ ഉള്ളതാണ്, പ്രപഞ്ചം അവിടെ ഉള്ളതാണ്, അതേസമയം അത് കടന്നു പോകുന്നുമുണ്ട്. ഒരു നദിയിൽ നമ്മൾക്ക് 2 തവണ ഇറങ്ങാൻ പറ്റും? ഹിരാക്ലൈറ്റസിൻ്റെ ചോദ്യം ഇപ്പോഴും അറിയപ്പെടുന്ന ചോദ്യം അത്. എപ്പോഴും ഒരുപാട് പേര് ഫിലോസഫിക്കൽ ഡിസ്കഷൻ ഒരുപാട് നടന്നിട്ടുള്ള ചോദ്യം. ഒരു നദിയിൽ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും? ഹിരാക്ലൈറ്റസ് പറയുന്ന ഒരു നദിയിൽ ഒരേ ഒരു തവണ എനിക്ക് ഇറങ്ങാൻ പറ്റും. 2ാമത്തെ തവണ ഞാൻ ഇറങ്ങുമ്പോൾ ആ നദി വേറെ ആയിരിക്കും. ഭാരതീയ തത്വചിന്തയിൽ നമുക്ക് ഒന്നുകൂടെ പറയാം, 2ാമത്തെ തവണ ഇറങ്ങുമ്പോൾ ആ നദിയും വേറെ ആയിരിക്കും, ഇറങ്ങുന്ന ശരീരവും വേറെ ആയിരിക്കും. ഒഴുകുന്ന നദിയാണ് ആ ശരീരം, ഒഴുകുന്ന നദിയാണ് മുമ്പിലെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പദാർത്ഥമാണ് ഈ ശരീരം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പദാർത്ഥ സമുച്ചയമാണ് ഈ ലോകം. അപ്പോൾ ഈ ലോകം അശാശ്വതമാണ് എന്നാണത് പറയുന്നത്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു നദി ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം, ആ നദിയിൽ 2ാമത് ഇറങ്ങാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് സമ്മതിച്ചു തരാൻ പറ്റും. അതേസമയം ഒരു നദിയിൽ 2ാമത് ഇറങ്ങാൻ സാധിക്കില്ല എന്നതുപോലെ തന്നെ ആ നദി ആദ്യത്തെ നദി ആയിരിക്കില്ല എന്നതുപോലെ തന്നെ ഇറങ്ങുന്ന ആളും ആദ്യത്തെ ആളല്ല എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. നമ്മളിലൂടെ ഒരു നദി ഒഴുകിപ്പോയത് നമ്മൾ അറിഞ്ഞില്ല, തിരിച്ചറിയുന്നില്ല. ചുറ്റും മുമ്പിൽ നടക്കുന്ന ഒരു ചലനത്തെ അത് വളരെ പ്രത്യക്ഷമായിട്ട് നമുക്കത് മനസ്സിലായി. പക്ഷേ നമ്മുടെ ഉള്ളിൽ നടന്ന 2 തരത്തിലാണ് നമുക്ക് ബ്ലൈൻഡ്നെസ് വന്നിരിക്കുന്നത്. 2 അന്ധതയുണ്ട് നമുക്ക്. ഈ 2 അന്ധതയാണ് നമ്മൾ മായ എന്ന് വിളിക്കുന്നത്. മിഥ്യ എന്നല്ല, മായ എന്ന് വിളിക്കുന്നത്. മായ എന്ന് വിളിച്ചാൽ നമ്മുടെ പെർസ്പെക്റ്റീവിലുണ്ടായ തെറ്റിദ്ധാരണയാണ്, നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടായ ഡിസ്റ്റോർഷനെയാണ് മായ എന്ന് പറയുന്നത്. നമ്മളൊരു വസ്തുവിനെ കണ്ടു, പക്ഷേ അതിനെ തെറ്റിദ്ധരിച്ചു, അത്രയേ ഉള്ളൂ. കണ്ട് തെറ്റിദ്ധരിക്കുന്നതിനാണ് മായ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ബ്ലൈൻഡ്നെസ് വരുന്നത്. ഒന്ന്, നമ്മുടെ ഉള്ളിലുള്ള ചലനങ്ങളെ നമ്മൾ അറിയുന്നില്ല. 2, ഈ ലോകത്തിലെ തന്നെ ചലന വേഗതയെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കുന്നില്ല. ഇത് മായയാണ്, നമ്മളിൽ മായ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പൊട്ടിച്ച് പുറത്തു വരാനാണ് വേദാന്തം നമ്മളോട് പറയുന്നത്. നിങ്ങൾ അറിയുന്ന ലോകം യഥാതഥമായിട്ടല്ല അറിയുന്നത്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ നിങ്ങൾ ശാശ്വതമായിട്ടാണ് അനുഭവിക്കുന്നത്, സ്ഥിരതമായിട്ടാണ് അനുഭവിക്കുന്നത്. ഒരു നദി ഒഴുകുന്നത് പോലെ തന്നെ കാലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, പദാർത്ഥങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ദേഹം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സകലതും ഒരു ഒഴുക്കാണ്, സകലതും ഒരു കടന്നുപോക്കാണ്. പക്ഷെ ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മൾ അനുഭവിക്കുന്നത് ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ലെന്നതോ പോട്ടെ, ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ശാശ്വതമാണെന്ന് അനുഭവിക്കുന്നു. കൃത്യമായും ഇതാണ് മായ. മായയുടെ 2 ആവരണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന് മായയുടെ 2 ശക്തി എന്ന് പറഞ്ഞാൽ, ഒന്ന് ആവരണ ശക്തി, മറ്റൊന്ന് വിക്ഷേപ ശക്തി. ആവരണ ശക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് കാണാൻ സമ്മതിക്കില്ല. വിക്ഷേപ ശക്തി എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളതിനെ കാണിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യും. ഇങ്ങനെ 2 രീതിയിൽ നമ്മളിൽ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുകയാണ്. ഈ ലോകത്തിൻ്റെ തനത് രീതിയിൽ നമ്മളിതിനെ കാണുന്നില്ല. അതെന്ന് വെച്ചാൽ നിരന്തരമായ ചലനമാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്മളെ കാണിക്കുകയും ചെയ്യും, അത് സ്ഥിരതയാണ്. ഇവിടെ മുതൽ നമ്മുടെ പ്രശ്നം തുടങ്ങി. അതുകൊണ്ടാണ് ഒരാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടുന്നത്. എല്ലാവരും ഇപ്പോൾ അറിയാത്ത ഒരാൾ മരിച്ചെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടില്ല. നമ്മുടെ പരിചയം കൂടുന്നതിനനുസരിച്ച് ഞെട്ടൽ കൂടിക്കൊണ്ടിരിക്കുക. കാര്യം പരിചയങ്ങൾ നമ്മളെ പറഞ്ഞു തരുന്നത് അയാൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു, അയാൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാകും, അയാൾ പണ്ടും ഉണ്ടായിരുന്നു. ഈ രീതിയിലാണ് നമ്മളതിനെ സബ് കോൺഷ്യസിൽ അതിനെ നമ്മൾ തെറ്റിദ്ധരിച്ച് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലോജിക്കലി നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ മനസ്സിലെ ധാരണ എന്താണ്? ഇവിടെ എല്ലാം ശാശ്വതമാണ്. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടു, അയ്യോ മരിച്ചോ? വാസ്തവത്തിൽ എന്താണ്? പ്രഭാതം വന്നു, പ്രദോഷം വന്നു, രാത്രിയായി എന്ന് പറയുന്ന പോലെ മാത്രമാണ് ഒരാൾ ജനിച്ചു, ഒരാൾ മരിച്ചു. പക്ഷെ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഞെട്ടണം? പ്രഭാതം പ്രദോഷമാകുന്നു, സന്ധ്യ രാത്രിയാകുന്നു, അതൊക്കെ നമ്മൾ സാധാരണ പോലെ സ്വീകരിക്കുമ്പോൾ ഒരാളുടെ മരണത്തെ പക്ഷേ നമുക്കങ്ങനെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഒരു ഇല പൊഴിഞ്ഞ് വീഴുന്നതിനെ നമ്മൾ സ്വീകരിക്കുന്നു, പക്ഷേ ഒരാളുടെ മരണത്തെ സാധിക്കുന്നില്ല. ഇവിടെ നമ്മുടെ മായ പ്രവർത്തിക്കുന്നുണ്ട്.
സകലതും കടന്നു പോകുകയാണെന്നുള്ളൊരു അറിവ് നമ്മളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട്. ഇത് നമ്മൾ എനിക്കൊരു ചോദ്യം മനസ്സിൽ വന്നതാണ്. അങ്ങനെ ഇൻറ്ററപ്റ്റ് ചെയ്യാന്നുള്ളതല്ല. അല്ല, ചോദ്യങ്ങൾ വേണം ഈ ഇവിടെ. സമയത്ത് ഒരു സീക്കർ എന്ന നിലയിൽ നമുക്കെപ്പോഴും ഇവിടെ വരുന്ന സ്പീക്കേഴ്സ് തരുന്ന പ്രേക്ഷകരൊപ്പം തന്നെ നമുക്ക് സ്വയം കിട്ടുന്ന ചില തിരിച്ചറിവുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇല പൊഴിയുന്നത് നമ്മൾ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിയുന്നുണ്ട് അത് മാറ്റമാണെന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്പാൻ, നമ്മൾ മനുഷ്യജന്മം എന്നുള്ള സ്പാൻ നമ്മളെപ്പോഴും ഒരു മേ ബി അന്വേഷണം നടത്തുന്ന അങ്ങേക്ക് ചിലപ്പോൾ അതിന് മറുപുറം ചിലപ്പം കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനെ എപ്പോഴും ചിന്തിക്കുന്നത് ഇതാണ് എൻ്റെ സായിയ ഒരു അവസ്ഥ ഇപ്പോൾ. പക്ഷെ നമ്മൾ സ്പാൻ കൂടിയത് കൊണ്ട് നമുക്കത് തിരിച്ചറിയുന്നതും നമ്മുടെ സ്പാൻ കുറഞ്ഞുകൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ പറ്റാത്തതാണോ? സ്പാൻ അല്ല ഇവിടുത്തെ പ്രശ്നം. നമ്മുടെ മൊത്തം സ്പാൻ അല്ല ഇവിടെ നമ്മളുടെ വില്ലനാകുന്നത്. നമ്മളുടെ സുദീർഘമായ കുട്ടിക്കാലമാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഒരു ജിറാഫിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിച്ചാൽ ജിറാഫിൽ നിന്ന് ആ കുഞ്ഞ് നിലത്ത് പതിക്കുന്ന നിമിഷം തന്നെ ആ ഷോക്ക് തന്നെ അതിനെ ഉണർത്തും. വിത്തിൻ സെക്കൻഡ്സ് അത് എണീറ്റ് ഓടും. എങ്കിൽ മാത്രമേ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റൂ. പക്ഷേ ലോകത്തിലെ ഏത് ജീവി എടുത്താലും അതിന് വളരെ കുറച്ച് ബാല്യമേ ഉള്ളൂ. ബാല്യം എന്ന് പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥ. വളരെ ഷോർട്ട് സ്പാനാണ്. ഏത് ജീവി എടുത്ത് നോക്കിയോ. ജിറാഫ് സെക്കൻഡ്സേ ഉള്ളൂ, മിനിറ്റ്സേ ഉള്ളൂ. കോഴിക്കൊക്കെ ആഴ്ചകളേ ഉള്ളൂ, പട്ടിക്കുഞ്ഞിന് മാസങ്ങളേ ഉള്ളൂ. വിത്തിൻ നോ ടൈം അവരുടെ കാലിൽ ദേ ആർ ഓൺ ദെയർ ഓൺ. പക്ഷെ നമ്മളോ, ലോകത്തിലെ ഏറ്റവും നീണ്ട അശരണമായ അനാഥമായൊരു കുട്ടിക്കാലമാണ് മനുഷ്യൻ്റെ. നമ്മൾ ചാർത്തി കൊടുത്താലേ ഒരു 20 വർഷം നീണ്ടു നിൽക്കും നമ്മളുടെ. ഇല്ല, ചാർത്തി അത് ഫാക്ച്വലാണ്. കാര്യം നമ്മുടെ ഈ അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങിനായിട്ടുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്യുന്നത് 24-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ശരിക്കും ശാസ്ത്രീയമായി പറയുകയാണെങ്കിൽ 24-ാമത്തെ വയസ്സ് വരെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. ഇനി അതിത്തിരി കൂടിയെന്ന് തോന്നുവാണെങ്കിൽ കുഴപ്പമില്ല. ഒരു 16, 17, 18 വയസ്സ് വരെ നമ്മൾ മൈനറാണ്. നമ്മൾ സ്വന്തമായി തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കാത്ത. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഡാർക്കസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ അയാളുടെ ടീനും 20s ഏർലി 20s. ഏർലി 20s നമുക്ക് അനുഭവമില്ല, അറിവില്ല. നമ്മൾ വളരാൻ അത്ര സമയമെടുത്തു. 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല. 3 വയസ്സിലൊക്കെ നമുക്ക് എന്താ ഉള്ളത്, എന്തറിവാണ് ഉള്ളത്? 3 വയസ്സുള്ള ഒരു നായയെ നോക്ക്, അത് ഭയങ്കര ഫൈറ്ററായി മാറിക്കഴിഞ്ഞു. 3 വയസ്സുള്ള മനുഷ്യനെ നോക്ക്, കഷ്ടിച്ചെണീറ്റ് നടക്കാറായി, ഒന്നും അറിയില്ല. മണ്ണ് വാരി തിന്നുന്ന വിഡ്ഢിയാണ് ഇപ്പോഴും. അയാൾക്ക് എന്താണ് ആഹാരം, എന്താണ് ആഹാരമല്ലാത്തതെന്ന് വ്യവച്ഛേദിച്ചറിയാൻ പറ്റുന്നില്ല. ഈ അറിവില്ലായ്മയിൽ പെട്ട് കിടക്കുകയാണ് മനുഷ്യർ. അത് വളരെ പതുക്കെയാണ് മനുഷ്യൻ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പൊട്ടൻഷ്യൽ മനുഷ്യനാണ്, സമ്മതിച്ചു. പക്ഷേ വളരെ പതുക്കെയാണ് അയാൾ സത്യം ഗ്രഹിക്കുന്നത്. സത്യത്തിൻ്റെ ഗ്രഹണം വളരെ സ്ലോ ആണ്. അപ്പോൾ ഈ സുദീർഘമായ ഒരു കുട്ടിക്കാലം അയാൾക്കുള്ളത് കൊണ്ട് ഇയാൾ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ഇയാൾക്ക് ഫീഡ് ചെയ്യപ്പെടുന്നത് ഈ ലോകം ശാശ്വതമാണെന്നും ഇവിടെയുള്ളതെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ് അയാൾക്ക്. ഒരു വാർദ്ധക്യത്തെ അയാൾ ചോദ്യം ചെയ്യുന്നില്ല, ഒരു രോഗാവസ്ഥയെ അയാൾ ചോദ്യം ചെയ്യില്ല. വളർന്നു വരുമ്പോൾ ഒരു മരണത്തെ അയാൾ ചോദ്യം ചെയ്യില്ല. ഇത് മൂന്നും സത്യം പറഞ്ഞു തരുന്ന 3 സംഗതികളാണ്. സത്യം ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് പ്രപഞ്ചം സത്യത്തെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. വേദാന്തം പറഞ്ഞു തരുന്നത് തന്നെയാണ്. സത്യത്തെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന 3 കോണ്ടെക്സ്റ്റുകളാണ്: രോഗം, വാർദ്ധക്യം, മരണം. എന്താണ് സത്യം? എല്ലാം കടന്നു പോകുന്നത്. ജഗന്മിഥ്യ എന്നുള്ള ആ ഒരു സത്യത്തെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന 3 കോണ്ടെക്സ്റ്റുകളുണ്ട്. നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ് മറിഞ്ഞിരിക്കുന്നത്, പുറത്തെവിടെയല്ല. നിങ്ങളുടെ കൺമുമ്പിൽ അതുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ സുദീർഘമായ ബാല്യം നമുക്കൊരു പ്രശ്നമാണ്. ഞാനിത് പറയുമ്പോൾ അങ്ങേക്ക് വീണ്ടും സംശയമുണ്ടെങ്കിൽ നമുക്ക് ശ്രീബുദ്ധൻ്റെ ജീവിതത്തിലേക്ക് പോവാം, സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിലേക്ക് പോവാം. സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? 29 വർഷമാണ് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം നീണ്ടു നിന്നത്. സാധാരണ ഒരു മനുഷ്യന് കുട്ടിക്കാലം പോലെയല്ല. സാധാരണ മനുഷ്യൻ 8-9 വയസ്സുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടം കടന്നു പോകുമെങ്കിൽ സിദ്ധാർത്ഥൻ 29 വയസ്സ് വരെ മരണം കണ്ടിട്ടില്ല, രോഗം കണ്ടിട്ടില്ല, വാർദ്ധക്യം കണ്ടിട്ടില്ല. സത്യം ഒളിപ്പിച്ചു വെച്ച 3 ഘട്ടങ്ങൾ: ജന്മവ്യാധി ജരാമൃത്യു, ദുഃഖദോഷാനുസന്ധാനം എന്നാണ് പറയുന്നത് ശാസ്ത്രങ്ങൾ. ജനിക്കുക, മരിക്കുക, അതിനിടയ്ക്കുള്ള ജര, അതിനിടയ്ക്കുള്ള വ്യാധി.
ഈ 4 ദോഷങ്ങളെക്കുറിച്ച് അനുസന്ധാനം ചെയ്യാനാണ് ശാസ്ത്രം നമ്മളോട് പറയുന്നത്. അനുസന്ധാനം എന്ന് പറഞ്ഞാൽ വീണ്ടും 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 ചിന്തിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സത്യം തെളിഞ്ഞു കിട്ടൂ. ഇതൊരു പ്രോസസ്സാണ് ആക്ച്വലി. അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു രീതി ശാസ്ത്രമാണ്. അറിവിന് അതായത് ഇൻഫർമേഷൻ കുറവാണ് ഇതിൽ. വേദാന്തത്തിൽ ഇൻഫർമേഷൻ കുറവാണ്. മൊത്തം വിസ്ഡമാണ്. വിസ്ഡം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അനുഭവമാകുന്നതിനാണ് വിസ്ഡം എന്ന് പറയുന്നത്. നമ്മളുടെ അനുഭവമായി അത് മാറിക്കഴിഞ്ഞു, നമ്മുടെ കാഴ്ചപ്പാടിനെ അത് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അത് വിസ്ഡായി മാറി. ഇൻഫർമേഷൻ അവിടെ പിന്നെ സ്ഥാനമില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളെ അനുസന്ധാനം ചെയ്യാനാണ് ശാസ്ത്രങ്ങൾ നമ്മളോട് പറയുന്നത്. ഇവിടെ ബുദ്ധൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? 29ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇതൊന്നും കണ്ടിട്ടില്ല. 29ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തെ കാണുന്നു, വാർദ്ധക്യത്തെ കാണുന്നു, രോഗാവസ്ഥയെ കാണുന്നു. ഞാനതിനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വിശ്വപ്രസിദ്ധമായ കോണ്ടെക്സ്റ്റാണത്. ശേഷം എന്ത് സംഭവിച്ചു? ആ നിമിഷം ബുദ്ധൻ വിട്ടു. അതായത് അയാൾ പിടിച്ചിരിക്കുന്നത് ചുട്ടുപഴുത്ത ഒരു ഇരുമ്പ് കഷ്ണത്തിൽ എന്ന പോലെ അയാൾ പിടുത്തം വിട്ടു. ആ ദൃശ്യങ്ങൾക്ക് ശേഷം ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹം അന്തഃപുരം വിട്ടു പോവുകയാണ്. അന്തഃപുരത്തിൽ ഭാര്യയും മറ്റ് അന്തഃപുര തോഴികളും ഉണ്ട് അദ്ദേഹത്തിന്. സ്വന്തം കുഞ്ഞ് രാഹുലൻ ചെറിയ കുട്ടിയായിട്ട് അവിടെ ഉറങ്ങുകയാണ്. അവിടെ വെച്ച് ശബ്ദമുണ്ടാക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. പറയാതെ ഇറങ്ങി പോവുകയാണ്. ഭാര്യയോട് പറയാതെ ഇറങ്ങി പോവുകയാണ്. സാരഥി മാത്രമാണ് കൂടെ ഉള്ളത്. അദ്ദേഹം പലതവണ പറയുന്നുണ്ട്, പോകരുത്. അതിർത്തിയിൽ ഒരു നദിയാണ് അതിർത്തി പങ്കിടുന്നത് ആ രാജ്യത്തിൻ്റെ. അതിർത്തിയിൽ കൊണ്ട് നിർത്തിയിട്ട് സിദ്ധാർത്ഥൻ ഇറങ്ങി പോകുമ്പോൾ, രാജകുമാരൻ ഇറങ്ങി പോകുമ്പോൾ, ചന്ദൻ എന്നോ മറ്റാണ് സാരഥിയുടെ പേര്. ചന്ദൻ ചോദിക്കുന്നുണ്ട്, അങ്ങ് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കൂ അങ്ങയുടെ കൊട്ടാരത്തിലേക്ക്, ഞങ്ങളുടെ രാജ്യത്തിലേക്ക്. ഞങ്ങളുടെ നിയുക്ത യുവരാജാവാണ് അങ്ങ്. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കൂ, ഞങ്ങളെ അനാഥമാക്കിക്കൊണ്ട് അവിടുന്ന് പോകൂ എന്ന് ചോദിക്കുന്നുണ്ട്. ബുദ്ധൻ തിരിഞ്ഞു നോക്കുന്നുമുണ്ട്. ചന്ദൻ കണ്ടതല്ല ബുദ്ധൻ കണ്ടത്. ചന്ദൻ കണ്ടത് കൊട്ടാരമാണ്. ചന്ദൻ കണ്ടത് അന്തഃപുരമാണ്. അന്തഃപുരത്തിൽ ഉറങ്ങുന്ന മനോഹരിയായ തരുണികളെയാണ്. സുഖലോലുപമായ കൊട്ടാരമാണ് ചന്ദൻ കാണുന്നത്. ഉറങ്ങുന്ന നഗരത്തെയാണ് ചന്ദൻ കാണുന്നത്. ബുദ്ധൻ കണ്ടതോ? ബുദ്ധൻ അപ്പം പറയുന്നൊരു വാചകമുണ്ട്, കത്തിയെരിയുകയാണെന്ന്. ഞാൻ കാണുന്നത് കത്തിയെരിയുന്ന ഒരു കൊട്ടാരം, കത്തിയെരിയുന്ന ശരീരങ്ങൾ. ഇപ്പം ജനിച്ച കുഞ്ഞു പോലും കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മൊത്തം അഗ്നി വിഴുങ്ങിയിരിക്കുന്നു ഈ ലോകത്തെ. എന്താണ് അഗ്നി? ക്ഷണികത. അതാണ് നേരത്തെ പറഞ്ഞ മിഥ്യ, ജഗൻ മിഥ്യ എന്ന് പറഞ്ഞു. സർവം ക്ഷണികം ക്ഷണികം ക്ഷണികം. എല്ലാം കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്നിനും ശാശ്വതമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഈ അറിവ് സിദ്ധാർത്ഥനെ തകർത്തു. ഇവിടെ ഒന്നും ശാശ്വതമല്ല എന്നുള്ള അറിവ് അദ്ദേഹത്തെ പാടെ തകർത്ത് കളഞ്ഞു. കാര്യം എന്തുകൊണ്ടാണ് അത് അങ്ങനെ അറിയാൻ പറ്റിയത്? 3 സീക്രട്സ് 29ാമത്തെ വയസ്സിൽ ആദ്യമായി കാണാൻ പറ്റി എന്നുള്ളതാണ് സിദ്ധാർത്ഥൻ്റെ ടേണിംഗ് പോയിന്റ്. ഇത് കുട്ടിക്കാലം മുതൽ ഇദ്ദേഹം കണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ സിദ്ധാർത്ഥൻ്റെ അച്ഛന് പറ്റിയ ഒരു തെറ്റ്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇയാൾ രാജാവായി വാഴണമെന്നായിരുന്നു. അപ്പോൾ സന്യാസിയായി പോകാൻ യോഗമുണ്ടെന്ന് ഇദ്ദേഹം തിരിച്ചറിഞ്ഞിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിലെ ദുഃഖങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിൽ നിന്ന് ഭൂമിയിലെ ദുഃഖങ്ങളെ മറച്ചു പിടിച്ചു കൃത്രിമമായിട്ട്. ശരിക്കും ശുദ്ധോധനൻ മഹാരാജാവ് ചെയ്യേണ്ടിയിരുന്നത് ബുദ്ധനെ ചുമ്മാ ഫ്രീ ആക്കി വിടുകയായിരുന്നു. സിദ്ധാർത്ഥനെ ഇറക്കി വിട്ടാൽ മതിയായിരുന്നു. പുള്ളി കുട്ടിക്കാലം തന്നെ മരണം കാണുന്നു, കുട്ടിക്കാലത്ത് തന്നെ രോഗം കാണുന്നു, കുട്ടിക്കാലത്ത് തന്നെ വാർദ്ധക്യം കാണുന്നു. അപ്പോൾ ആ മനസ്സ് അതുമായിട്ട് കണ്ടീഷൻഡ് ആവും. കൃഷ്ണമൂർത്തി ഉപയോഗിക്കുന്ന വാക്കാണ് യു ആർ കണ്ടീഷൻഡ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സത്യം കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ മനസ്സ് ഭയങ്കര ട്രിക്കിയാണ്. എങ്ങനെ സത്യം കാണാതിരിക്കുക എന്നാണ് മനസ്സ് ശ്രദ്ധിക്കുക. കണ്ടീഷൻഡായി പോയേനെ ബുദ്ധനും സിദ്ധാർത്ഥനും. ശുദ്ധോധനന് പറ്റിയ ശുദ്ധനായ ശുദ്ധോധനന് പറ്റിയ തെറ്റവിടെയാണ്. അദ്ദേഹം ബുദ്ധനിൽ നിന്നത് മറച്ചു പിടിച്ചു. 29ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് കണ്ടു. അതായത് പൂർണ്ണമായും ഡെവലപ്ഡായ ഒരു മനുഷ്യ മസ്തിഷ്കത്തിന് ഇത് കാണാൻ പറ്റും, പ്രൊവൈഡഡ് അത് കണ്ടാമിനേറ്റഡ് അല്ലെങ്കിൽ. അത് അതിനു മുമ്പ് ആദ്യത്തെ കാഴ്ച, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിർജിൻ ടച്ച് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് ശാരീരികം മാത്രമല്ല, അത് ആത്മീയം കൂടിയാണ്. ആദ്യമായിട്ട് നമ്മളിൽ സത്യം വന്ന് സ്പർശിക്കുമ്പോൾ നമ്മളത് സഡൻ ചേഞ്ച് ആയിരിക്കും.
പിന്നീട് അത് റിപ്പീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ആ സഡൻ ചേഞ്ച് പിന്നെ കിട്ടുകയില്ല. പിന്നെ നമുക്ക് നീണ്ട പ്രോസസ്സിലേക്ക് പോകേണ്ടി വരും. ആ ഒറ്റക്ക്, അതായത് ശ്രവണം മാത്രമേ വേദാന്തത്തിൽ പറയുള്ളൂ. ഗുരു വന്നിരുന്നിട്ട് നമ്മുടെ ചെവിയിൽ പറയും തത്വമസി എന്ന് പറയും. ശരിക്കും ആ ഒരൊറ്റ ശ്രവണം മതി. ബാക്കിയെല്ലാം തികഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയം അത്ര ശുദ്ധമാണെങ്കിൽ ഈ ഒരേ ഒരു വാക്ക് മതി. അത് എത്ര ചെറിയ വാക്കാണ് തത്വമസി എന്നുള്ളത്. ആ ഒരൊറ്റ വാക്കിൽ, യു ആർ ദാറ്റ് എന്നുള്ള ആ ഒരൊറ്റ വാക്കിൽ ട്രാൻസ്ഫോംഡ് ആകും. നമ്മുടെ നിസർഗദത്ത മഹാരാജാവിന് അതാണ് മഹാരാജിന് നിസർഗദത്ത എന്ന് പറഞ്ഞ ആൾ പൂർവാശ്രമത്തിലൊരു ബീഡി തെറുപ്പ് തൊഴിലാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരു അന്ന് ഈ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, യു ആർ ദാറ്റ്. നിങ്ങൾ അവബോധമാണ്, നിങ്ങൾ ശരീരമല്ല, അവബോധമാണെന്നുള്ള ഒറ്റ വാക്കിൽ മാറിയല്ല. വീണ്ടും അദ്ദേഹം പഴയ തൊഴിലൊക്കെ തുടർന്നു. പക്ഷെ ആദ്യത്തെ ആളില്ല. അദ്ദേഹത്തിൽ ആദ്യത്തെ ആയത് മരിച്ചു, രണ്ടാമത്തെ ഒരാൾ ജനിച്ചു. അപ്പം ബുദ്ധന് സംഭവിച്ച മാറ്റം അങ്ങനെയാണ്. ഇത് തന്നെയാണ് ഈ നീണ്ട കുട്ടിക്കാലം നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്ന രഹസ്യം എന്ന് പറഞ്ഞാൽ സർവം ക്ഷണികം 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 എന്ന് ബുദ്ധനും ജഗത് മിഥ്യ എന്ന് വേദാന്തവും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച തൊട്ടു മുമ്പിലുള്ള ആ സത്യത്തെയാണ്. തൊട്ടു മുമ്പിൽ, അത് വേറെ എവിടെയില്ല. ഈ പോഡ്കാസ്റ്റ് സംസാരിച്ച് തുടങ്ങുമ്പോഴുള്ള ഞാനും പോഡ്കാസ്റ്റ് സംസാരിച്ച് തുടങ്ങുമ്പോഴുള്ള പ്രേംജിയും ഇപ്പോഴില്ല ഇവിടെ. നമ്മളിൽ എത്രയോ മാറ്റം സംഭവിക്കും. നമ്മളിലൂടെ നദി ഒഴുകിപ്പോയിരിക്കുന്നു, കാലത്തിൻ്റെ നദികൾ ഒഴുകിപ്പോയിരിക്കുന്നു, പദാർത്ഥങ്ങളുടെ നദികൾ ഒഴുകിപ്പോയിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് വേറെന്തോ ആണ്. ആ എന്തോ ഒന്നിനെയാണ് നമ്മൾ തേടുന്നത്. ആ ഒന്നിന് മരണമില്ല, ബാക്കി എല്ലാം പോയി. നമ്മളുടെ സകല 120 130 ട്രില്യൺ കോശങ്ങൾ അടുപ്പിച്ച് വെച്ചതാണ് നമ്മൾ. 120 ട്രില്യൺ കോശങ്ങൾ ചേർത്ത് വെച്ചതാണ് ഈ കാണുന്ന ശരീരം. ആ സെല്ലുകൾ നിരന്തരം മരിക്കുന്നു, നിരന്തരം ജനിക്കുന്നു. ഒഴുക്ക് ഒഴുക്ക് ഒഴുക്ക്. ഒരു നദി ഇങ്ങനെ കുത്തി ഒഴുകുന്നൊരു നദിയാണ് നമ്മൾ. അതിവേഗം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അവിടെ മാറാത്ത മറ്റെന്തോ ഒന്നുണ്ട്. മാറുന്നതെല്ലാം മരിക്കും. അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ മറ്റൊരു പേരാണ് മരണം, മറ്റൊരു പേരാണ് സംസാരം. അതിൽ മാറാത്ത എന്തോ ഒന്നുണ്ട്. ആ മാറാത്ത എല്ലാം ക്ഷണികമാണ്, എല്ലാം മിഥ്യയാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൻ്റെ എവിടെയോ ദർ വാസ് എ ഫയർ. എവിടെയോ ഒരു വെളിച്ചം, എവിടെയോ ഒന്ന് മാറാതെ നിൽക്കുന്നു. അത് ജനിച്ചിട്ടില്ല, അതിന് മരിക്കുക വയ്യ, അതിന് മാറുക വയ്യ. ശാശ്വതമാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരങ്ങൾ കൊല്ലപ്പെടുമ്പോഴും മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് ശരീരങ്ങൾ യാത്ര ചെയ്യുമ്പോഴും മരിക്കാതെ ശാശ്വതമായി പുരാതനമായി ഒരു എന്തോ ഒന്ന് നമ്മളിൽ നിൽക്കുന്നു. അതാണ് സത്യം, അതാണ് സനാതനമായ സത്യം. അങ്ങനെയാണ് ഈ ധർമ്മത്തിന് സനാതന ധർമ്മം എന്ന് പറഞ്ഞ പേര് പോലും വരുന്നത്. അപ്പോൾ നമ്മളുടെ ആ നീണ്ട കുട്ടിക്കാലം തന്നെയാണ് ഇവിടെ നമ്മളിൽ ഉണ്ടാകുന്ന ആ വെയിലെന്ന് പറയുന്നത്, നമ്മുടെ ഉണ്ടാകുന്ന ആ മറ എന്ന് പറയുന്നത്. ആ കുട്ടിക്കാലം അവിടെ ഇല്ലെങ്കിൽ സിദ്ധാർത്ഥനെ പോലെ തന്നെ നമ്മളും ചോദിക്കും. ആ ഡിഗ്രിയിൽ നമ്മൾ ചിലപ്പം വീട് വിട്ടു പോകണമെന്നില്ല, പക്ഷെ നമ്മളിത് വന്ന് ദംശിക്കും, നമ്മളിത് തറഞ്ഞു കയറും, നമ്മൾ പിന്നെ ദുഃഖിതനായിരിക്കും. കാര്യം സത്യം അറിയുന്നത് വരെ ഈ ദുഃഖം നമ്മളെ ഹോണ്ട് ചെയ്യും. ശ്രീരാമചന്ദ്രൻ ഈ ദുഃഖം ഉണ്ടായി. ശ്രീരാമചന്ദ്രൻ ജഗത്ത് അനിത്യമാണെന്ന് കണ്ടെത്തി കളഞ്ഞു. അർത്ഥപകുതി കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. പകുതി അർത്ഥസത്യമാണ് നമ്മളെ കൊല വിളിക്കുന്നത്. പൂർണ്ണ സത്യം ആനന്ദമാണ്, മോചിപ്പിക്കും. അർത്ഥസത്യം അതീവ വേദനയാണ്. നമ്മളെ ഹൃദയം റിപ്പ് ചെയ്ത് കളയും. ഹൃദയത്തെ പറിച്ചെറിയുന്ന വേദനയാണ് അർത്ഥസത്യം. ഈ ലോകം അശാശ്വതമാണ്. ഈ ലോകത്തിലെ ഒന്നിനെ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അനുഭവങ്ങളെല്ലാം എന്നെ കടന്നു പോവുകയാണ്. എവ്രിത്തിങ് ഷാൽ പാസ് എന്നുള്ള തിരിച്ചറിവ് എന്ത് ദുഃഖമാണെന്നറിയോ? കടന്നുപോയ ബാല്യം എന്ത് ദുഃഖമാണ്. അന്നത്തെ ആനന്ദം ഇന്നത്തെ ദുഃഖമാണ്, ഘനീഭവിച്ച ദുഃഖമാണ്. ഒന്നും തന്നെ നമുക്ക് ഇവിടെ ശാശ്വതമല്ല എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം. ഒരിക്കൽ നമ്മളെ എടുത്തുകൊണ്ട് നടന്നിരുന്നവരുടെ കരങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് കൃശമായ ദുർബലമായ വാർദ്ധക്യം ചവച്ചു തുപ്പിയ ശരീരം കാണുമ്പോൾ നെഞ്ച് പറഞ്ഞു പോകും. അത് അമ്മയായാലും മുത്തശ്ശിയായാലും അച്ഛനായാലും ആരായാലും. ഒരിക്കൽ നമ്മളെ എടുത്ത് വളർത്തിയിരുന്ന കരുത്തുറ്റ ആ കൈകൾ ഇന്ന് വാഴത്തണ്ട് പോലെ, വാഴക്കൈ പോലെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു, ദുർബലമായി കിടക്കുന്നു.
ചങ്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞു പോകും ആ കാഴ്ച കാണുമ്പോൾ. എവിടെ പോയി അവരുടെ ആരോഗ്യം? എവിടെ പോയി അവരുടെ ശക്തി? ആരാണിത് കവർന്നെടുത്തത്? ആരാണ് ആ കള്ളൻ? അല്ലെങ്കിൽ ഏത് മജീഷ്യൻ, ഏത് മഹേന്ദ്രജാലമാണ്, ഏത് ഇന്ദ്രജാലക്കാരനാണ് ഈ മാജിക്ക് കാണിച്ചത്? ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അവർ. ഇന്നലകളിൽ ഞാൻ കണ്ടതല്ലേ അവരെ. ഇപ്പോൾ അവർക്ക് എന്തു പറ്റി? ഈ ചോദ്യം ഇത് നിരന്തരം നമ്മളിലേക്ക് വന്നുകൊണ്ടിരുന്നാൽ നമ്മൾ വിഷാദത്തിലേക്ക് ഒരു സംശയവും വേണ്ട. ശ്രീരാമചന്ദ്രന് അത്തരം ഒരു വിഷാദം ഉണ്ടായി. അദ്ദേഹം ലോകം അശാശ്വതമാണെന്ന് കണ്ടെത്തി, ജഗത് മിഥ്യാന്ന് കണ്ടെത്തി, സ്വയം കണ്ടെത്തി. അത് സ്വയം കണ്ടെത്തിയതുമല്ല, അദ്ദേഹത്തിലേക്ക് വന്നതാ. ശുദ്ധമായൊരു ഹൃദയത്തിലേക്ക് ഈ അറിവ് താനേ വന്ന് കയറും. ബ്രഹ്മസത്യം എന്നും കൂടെ അറിയുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ഇത് അർത്ഥപകുതിയാണ് ജഗൻ മിഥ്യ എന്നുള്ളത്. ബ്രഹ്മസത്യം എന്നൂടെ കേൾക്കുമ്പോഴാണ് അത് പൂർണ്ണമായിരിക്കും. ഈ പൂർണ്ണമായ അറിവ് ആനന്ദമാണ്. അവിടെ ഒരു വസിഷ്ഠനുണ്ടായിരുന്നു. ശരിക്കും സിദ്ധാർത്ഥനും ശ്രീരാമചന്ദ്രനും ഉണ്ടായത് ഒരേ അറിവാണ്. സിദ്ധാർത്ഥനുണ്ടായത് ഇവിടെ മരണമുണ്ടെന്നും ഇവിടെ രോഗങ്ങളുണ്ടെന്നും ഇവിടെ വാർദ്ധക്യമുണ്ടെന്നും ഉള്ള അറിവാണ്. ശ്രീരാമചന്ദ്രനും അങ്ങനെ തന്നെ. ശ്രീരാമചന്ദ്രൻ പറയുന്ന വസിഷ്ഠനോട് പറയുന്നൊരു വാക്കുണ്ട്, അതോ ദശരഥനോടോ പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: ശരത്കാല മേഘത്തിന് ശാശ്വതമായ ഒരു രൂപമുണ്ടെന്ന് വിചാരിക്കുന്നവൻ ഈ ജഗത്തിനും ഒരു ശാശ്വതമായ രൂപമുണ്ടെന്ന് വിചാരിച്ചോട്ടെ എന്ന് അദ്ദേഹം പറയുന്നത്. അതായത് ശരത്കാല മേഘം പോലെ ഒരു കാറ്റ് വീശുമ്പോൾ അത് പോയി. നമ്മൾ ആരെങ്കിലും ഒരു മേഘത്തിനെ അടയാളമാക്കി ഭൂമിയിൽ എന്തെങ്കിലും വെക്കുമോ? നമ്മൾ ഭൂമിയിൽ ഒരു സാധനം വെച്ചു, മുകളിൽ ആ ഇന്ന രൂപത്തിലൊരു മേഘം ഉണ്ടായിരുന്നു എന്ന് വെച്ച് നമ്മൾ പോയി തിരിച്ചു വരുമ്പോൾ ആ മേഘം അവിടെ ഉണ്ടാവില്ല, അത് ചിന്നിച്ചിതറിപ്പോയിട്ടുണ്ടാവും. നമ്മൾ പിന്നെ ആ അടയാളം വെച്ചിട്ട് നമ്മളിവിടെ എന്ത് തേടും? ഗംഭീരമായൊരു മെറ്റഫറാണത്. നമ്മൾ ഈ ശരത്കാല മേഘത്തേക്കാൾ ക്ഷണികമായ ഒന്നിനെ വെച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ശരത്കാല മേഘത്തിനേക്കാൾ കഷ്ടമായ പലതിനെയും ആധാരമാക്കിയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ രാമനുണ്ടായ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് അത് പകർന്നു കൊടുക്കാൻ വസിഷ്ഠ മഹർഷി ഉണ്ടായിരുന്നു. വസിഷ്ഠ മഹർഷി ഉത്തരക്ഷണം, അധികം സമയമൊന്നും എടുത്തില്ല, അവരുടെ കുലഗുരുവായ കൊട്ടാരത്തിലുണ്ടായിരുന്ന വസിഷ്ഠൻ തുടർന്ന് അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് യോഗവാസിഷ്ഠം, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രന്ഥം. അപ്പോൾ ആ അറിവിലാണ് രാമൻ പൂർണ്ണത എത്തുന്നത്. ആ അറിവിൽ രാമൻ രക്ഷപ്പെട്ടു. സിദ്ധാർത്ഥന് എന്തു പറ്റി? സിദ്ധാർത്ഥന് പറ്റിയത് നമുക്കറിയാം. ലോകം ക്ഷണികമാണെന്നുള്ള വേദനാജനകമായ അറിവുമായിട്ട് ആ മനുഷ്യൻ സഞ്ചരിച്ചത് 6-9 കൊല്ലങ്ങളാണ്. ചെയ്യാത്ത സാധനകളില്ല, പോയി കാണാത്ത ഗുരുക്കന്മാരില്ല, കടന്നു പോകാത്ത പരീക്ഷണങ്ങളില്ല. ഒടുവിൽ നമുക്കെല്ലാവർക്കും അറിയാം, നിരഞ്ജന നദി കടക്കാൻ പോലും സാധിക്കാതെ വേനൽക്കാലത്ത് വറ്റിയൊഴുകുന്ന നിരഞ്ജന നദി മറുകര കാണാൻ അത് മുറിച്ച് മൂർച്ഛിച്ച് വീഴുകയാണ്. എന്താ പറയുക, മുട്ടറ്റം വെള്ളത്തിൽ ഇദ്ദേഹം നിലം പതിച്ചു. അവിടെ കിടന്നാൽ ശ്വാസം മുട്ടും, മരിച്ചുപോയനെ. അപ്പോൾ ആ മുട്ടറ്റമുള്ള വെള്ളത്തിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥൻ വിചാരിക്കുകയാണ്. ആ സിദ്ധാർത്ഥനോട് ആരോ പറയുകയാണ്, സിദ്ധാർത്ഥ, വേനൽക്കാലത്ത് വറ്റിയൊഴുകുന്ന ഈ നദി മുറിച്ച് കിടക്കാൻ നിനക്ക് ത്രാണിയില്ല. ഈ നീയാണോ സംസാരം എന്ന സാഗരത്തെ തരണം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ തരണം ചെയ്യാൻ പോകുന്നത്, സംസാര സാഗരത്തെ തരണം ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യത്തിൽ ബുദ്ധൻ പിൻവാങ്ങുകയാണ്. അദ്ദേഹം അവിടെ അടുത്ത് ഒരു വൃക്ഷച്ചുവട്ടിൽ പോയി ഇരിക്കുകയാണ്. രാത്രിയായി, ചന്ദ്രൻ ഉദിക്കുന്നു, ചന്ദ്രൻ കടന്നു പോകുന്നു, അസ്തമിക്കുന്നു. അദ്ദേഹം വിചാരിക്കുകയാണ്, ഈ ചന്ദ്രൻ അസ്തമിക്കുമ്പോൾ ഞാനും അസ്തമിച്ചിരിക്കും. എനിക്ക് കൊടുക്കാവുന്നതെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു, എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു, തേടി ചെല്ലാവുന്നിടത്തെല്ലാം ഞാൻ ചെന്നു കഴിഞ്ഞു. ഒന്നും സംഭവിക്കാത്ത വർഷങ്ങൾ കടന്നുപോയി. സത്യം ഇപ്പോഴും എനിക്ക് അപ്രാപ്യമാണ്, എനിക്ക് അകലെയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സത്യം ഉണ്ടാവില്ല. ഈ സത്യം ഉണ്ടാവില്ല എന്നറിയുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത്. സത്യം അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് പൊട്ടേന്ന് വയ്ക്കാം, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കത് കിട്ടുമെന്നൊരു പ്രതീക്ഷയെങ്കിലോട്, പ്രത്യാശയോടാണ്. സത്യം അവിടെ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ പറ്റില്ല അങ്ങനെ ഒരാൾക്ക്. ജഗത്ത് അശാശ്വതമെന്ന് കണ്ടെത്തി സത്യം അവിടെ ഇല്ല എന്ന് തോന്നുകയും ചെയ്തു. നരകമാണ് നരകം. ഹെൽ ഈസ് ദെയർ. ആ നരകത്തിൽ അദ്ദേഹം പറയുകയാണ്, എനിക്കിനി ജീവിക്കണ്ട, ഞാൻ എല്ലാം കൈവിട്ടു, എല്ലാം കൈവിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. ഇനി ഞാനെന്തിനാണ് ഈ കൃഷഗാത്രത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്?
അതും കൈവിട്ടു, സകലതും കൈവിട്ടു. ഇനി കൈവിടാനൊന്നുമില്ല, കൈവിടാൻ അവിടെ ആരുമില്ല. ആ രാത്രി കടന്നു പോകവേ, ആ ചന്ദ്രിക മറഞ്ഞു പോകവേ സിദ്ധാർത്ഥനും മരിച്ചു. പക്ഷേ അത് മറ്റൊരു ആളുടെ ജനനം കൂടിയായിരുന്നു, ശ്രീബുദ്ധൻ്റെ ജനനം കൂടിയായിരുന്നു. സത്യത്തിൻ്റെ ഉത്തര പകുതി കണ്ടെത്തിയ സിദ്ധാർത്ഥൻ മരിക്കുകയും സത്യത്തെ ദർശിക്കുകയും ചെയ്ത ബുദ്ധൻ്റെ ജനനമായിരുന്നു അത്. അതായത് എല്ലാ മനുഷ്യർക്കും 2 ഘട്ടമുണ്ടെന്ന് പറയും. ഒന്ന് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നത്, 2 നമ്മൾ എന്തിന് ജനിച്ചു എന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ താൻ എന്തിന് ജനിച്ചു എന്ന് കണ്ടെത്തിയ ആ നിമിഷം സിദ്ധാർത്ഥൻ മരിക്കുകയും ബുദ്ധൻ ജനിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് പറയാനുള്ള മറുപടി. ഇതിലൊരു ഈ വേദാന്തത്തിലൊരു ഞങ്ങൾ പറയണ്ടായി, ഇപ്പം നമുക്ക് ചില തത്വങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ഒരു വിസ്ഡമാണല്ലോ. ഒരു വിസ്ഡം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു പാത്രത്തിലാക്കിയോ ഒരു ബുക്കിലാക്കിയോ ഒന്നും ചിലപ്പോൾ ഒരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. അത് ചില തിരിച്ചറിവുകളാണ്. അപ്പം അങ്ങനെയുള്ള തിരിച്ചറിവുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു യാത്ര ആവശ്യമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അങ്ങ് പറഞ്ഞൊരു കാര്യം, വളരെ വൈകിയാണല്ലോ അങ്ങ് ഒരു വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നത്. ഒരു ഐ തിങ്ക് 40. അപ്പോൾ എവിടെയോ ഒരു തമാശ രൂപ ചോദിച്ചു, ഇത്രയും ലേറ്റ് മാരേജ് എന്ന് വെച്ചപ്പോൾ പറഞ്ഞൊരു മറുപടി, അതാണ് യഥാർത്ഥ സമയം. യെസ്. ഇപ്പോൾ എനിക്ക് കൂട്ടി വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഒരു ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളിൽ ഈ ഏർലി മാരേജ് ഞാൻ പറയില്ല, ഒരു ഏർലി റിലേഷൻഷിപ്സൊക്കെ തന്നെ താറുമാറായി പോകുന്നത് ഈ ഒരു വിസ്റ്റം അറിയാത്തതുകൊണ്ടേ. റിലേഷൻഷിപ്പിനെ കുറിച്ചല്ലേ ചോദ്യം? അതെ. നമ്മൾ ഏതോ ഒരു അത്യുന്നതമായ ശൃംഗത്തിൽ നിന്ന് കൊട്ടാരമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ. അവിടെ എരിയുന്ന കൊട്ടാരം പുള്ളിക്കൊന്ന് കാണാൻ കഴിയുന്ന പോലെ തന്നെയാണ് പല റിലേഷൻഷിപ്പും. അല്ല, ഇത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഈ ചോദ്യമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യൻ വളരെ സ്ലോയാണ് അയാളുടെ അപഗ്രഥനം, അയാളുടെ കാര്യഗ്രഹണങ്ങൾ വളരെ പതുക്കെയാണ്, അയാൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾക്ക് 20 വയസ്സിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഒരു ഏകദേശ ധാരണ കിട്ടണമെങ്കിൽ ഇനിയും ഒരു 20 വർഷം അവിടെ ജീവിച്ചിരിക്കേണ്ടി വരും. 40 ഒരു ഐഡിയൽ ടൈമാണ്. ഒരു മനുഷ്യൻ്റെ പ്രൈം അല്ലെങ്കിൽ ഓപ്റ്റിമം എന്ന് പറയുന്നത് 40ആണ്. 40 അയാൾക്ക് കാര്യങ്ങളെ ഏകദേശം കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിപ്പം 3 തരത്തിലുള്ള മനുഷ്യരുണ്ട്. അതിൽ ഉത്തമനായ മനുഷ്യൻ എന്ന് പറയുന്നത് നടക്കുന്ന മാറ്റങ്ങളെ അപ്പം തന്നെ മനസ്സിലാക്കുന്ന മനുഷ്യർ. അത് വളരെ കുറവാണ്. അത് ആദിശങ്കരനോ ബുദ്ധനോ കൃഷ്ണനോ ഒക്കെ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്, ക്രിസ്തുവിനോ ഒക്കെ മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. നടക്കുന്ന അപ്പം തന്നെ മാറ്റമാണെന്ന് മനസ്സിലാവും, എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പം തന്നെ പിടികിട്ടും. അവർ ജീവിക്കുന്നത് ജീവൻ മുക്തിയിലാണ്. ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്നുള്ള ആ ഒറ്റ അറിവിലാണ് അവർ ജീവിക്കുന്നത്. അറിവെന്ന് വെച്ചാൽ അത് കാഴ്ചയാണ്. അവരിവിടെ ഇരുന്ന് ഈ ലോകം ഒഴുകുന്നത് കണ്ടുകൊണ്ടിരിക്കുക, നദി ഒഴുകുന്നത് അവർ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ മാറ്റങ്ങളൊന്നും അവരെ ബാധിക്കുന്നില്ല. അൾട്ടിമേറ്റ് ലെറ്റിംഗ് ഗോയാണ് അത്. മൊത്തം പിടിയും വിട്ട് അവരിയ്ക്കുക, ഇത് മൊത്തം ഒഴുകിക്കൊണ്ടിരിക്കുക. പിന്നെ എന്ത് വന്നാലും അവർ പുഞ്ചിരിക്കും. കൃഷ്ണനെ പുഞ്ചിരിക്കാൻ പറ്റും, ബുദ്ധനെ പുഞ്ചിരിക്കാൻ പറ്റും. ബുദ്ധൻ്റെ മന്ദഹാസമുണ്ട്, കൃഷ്ണൻ്റെ മന്ദഹാസമുണ്ട്, ക്രൈസ്റ്റിനും ഉണ്ട് ആ ഒരു അർത്ഥഗർഭമായ മൗനങ്ങൾ. സത്യം എന്തെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മൗനം പാലിക്കും, ഉണ്ടാകാതിരിക്കും. അത് ഉത്തമമായ അവസ്ഥയാണ്. മധ്യമമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം സംഭവിക്കണം എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു 20 years ബാക്കിൽ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് കാണാൻ പറ്റും, അത് ശരിക്കും കാണാൻ പറ്റും. ഇപ്പം ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് 20ാമത്തെ വയസ്സിൽ വലിയ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വന്നു. അന്ന് നോക്കുമ്പോൾ അത് എനിക്ക് ഭയങ്കര വേദനാജനകമായ അനുഭവമായിരുന്നു. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. അന്ന് ഞാൻ ഏറ്റവും ശപിക്കപ്പെട്ടൊരു ദിവസം എന്ന് കരുതിയ ദിവസം 20 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമാണത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു ദിവസമാണ്. എന്നെ എൻ്റെ സ്വരാജ്യത്തിലേക്ക് ആനയിച്ച, അവിടെ നിന്നുള്ള കോൾ ലെറ്റർ വന്ന് അവിടേക്കുള്ള ക്ഷണക്കത്ത് കിട്ടിയ ദിവസമാണ്. അത്തരത്തിലും പവിത്രമായൊരു ദിവസം.
അധമമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ 20-ൽ സംഭവിച്ചത് 40-ലും മനസ്സിലാവില്ല, 60-ലും മനസ്സിലാവില്ല, 80-ലും മനസ്സിലാവില്ല. എന്താണ് സംഭവിക്കണമെന്ന് അറിയാതെ മരിച്ചു പോകും. വിക്ടർ ഹ്യൂഗോ പറയുന്ന പ്രശസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രശസ്തം എന്നുള്ളതിനേക്കാൾ അഗാധമായിട്ടുള്ളൊരു വചനമുണ്ട്, ഒരു വാചകമുണ്ട്. വിക്ടർ ഹ്യൂഗോ പറയുന്നത് 2 തരം മനുഷ്യരുടെ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല. അതെന്നെ അത്രയും വേദനിപ്പിക്കുന്ന 2 മുഖങ്ങളുണ്ട്. ഒന്ന് വിശപ്പ് കൊണ്ട് മരിച്ചുപോയ ഒരു കുഞ്ഞിൻ്റെ മുഖം, വിശന്നിട്ട് അമ്മയുടെ പാല് കിട്ടാതെ, വിശന്നിട്ട് ഭക്ഷണം കിട്ടാതെ മരിച്ചുപോയ ഒരു കുഞ്ഞിൻ്റെ മുഖം. അതെനിക്ക് മരണം വരെ എന്നെ വേട്ടയാടും. രണ്ടാമത് എന്നെ വേട്ടയാടുന്നൊരു മുഖമുണ്ട്, സുദീർഘമായ വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ചിട്ടും അറിവ് ലഭിക്കാതെ മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ മുഖം. വളരെ അഗാധമായ ഒരു പ്രസ്താവമാണത്. നമ്മൾ പലപ്പോഴും പട്ടിണി കൊണ്ടുള്ള മരണത്തെയാണ് നമ്മൾ ദാരുണ മരണം എന്ന് പറയണത്. അത് ദാരുണം തന്നെ, സംശയമില്ല. അതേസമയം 80-90 വർഷം ഭൂമിയിൽ ജീവിച്ചിട്ട് അറിവ് ലഭിക്കാതെ പട്ടിണിയിൽ മരിച്ചുപോയ മനുഷ്യനെക്കുറിച്ച് നമുക്ക് ദുഃഖിക്കാൻ പറ്റാത്തത് എന്തേ? അങ്ങനെ ദുഃഖിക്കാൻ വിക്ടർ ഹ്യൂഗോയ്ക്ക് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരാൾക്ക് തൽക്ഷണം അത് മനസ്സിലാകുന്നു. കൃഷ്ണൻ അതുകൊണ്ടാണ് ശാപം കിട്ടുമ്പോൾ പുഞ്ചിരിക്കുന്നത്. കൃഷ്ണനെ ശപിക്കുമ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കുകയാണ്, ഗാന്ധാരിയെ ആശ്വസിപ്പിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കാണാൻ പറ്റുന്നു. ഇതല്ലെങ്കിൽ ഇത് ശാശ്വതമല്ല, എല്ലാം നശിച്ചു പോകുമെന്ന് പറയുമ്പോൾ ഇത് എന്നേ നശിച്ചിരിക്കണു എന്നാണ് കൃഷ്ണൻ പറയുന്നത്. കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, അർജുന ഇതൊക്കെ എന്നേ കഴിഞ്ഞതായത്, ഇവരൊക്കെ മരണപ്പെട്ടിരിക്കുന്നു, നീ ഒരു നിമിത്തമായി നിന്നാൽ മതി, ഇവരൊക്കെ പണ്ടേ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ ഗംഭീരമായ പ്രസ്താവങ്ങളാണ്, കൃഷ്ണൻ്റെ ഹൈറ്റ് കാണുന്ന പ്രസ്താവങ്ങളാണ് അതൊക്കെ. ഇവരൊക്കെ പണ്ടേ ഹനിക്കപ്പെട്ടിരിക്കുന്നു, നീ അത് ചെയ്താൽ മാത്രം മതി, നീ നിന്ന് തന്നാൽ മാത്രം മതി, നിനക്കത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മളുടെ ഭൂരിഭാഗം മനുഷ്യരുടെ അവസ്ഥ എന്താ? കുറച്ച് പേര് മാത്രം ഒരു 20 വർഷം എടുത്ത് സത്യത്തെ മനസ്സിലാക്കും. 20 years അത് മധ്യമരാണ്. ഒരു മീഡിയോക്കറായിട്ടുള്ള സത്യം അറിയുന്നവർ 20 വർഷം ആ ഒരു ഗ്യാപ്പിൽ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവും. ആ വിസ്ഡം വെച്ചിട്ട് അവരിപ്പോഴും എല്ലാം നല്ലതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് അവർക്ക് അനുമാനിക്കാൻ പറ്റും. മറ്റേത് പ്രത്യക്ഷജ്ഞാനം, ഇത് അനുമാനമാണ്. കൃഷ്ണനെ സംബന്ധിച്ച് എല്ലാം അപരോക്ഷ ജ്ഞാനമാണ്. പക്ഷെ മധ്യമരായിട്ടുള്ള സീക്കേഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ അനുഭവത്തിൽ ഇപ്പോൾ നടക്കുന്നതിനെ അനുമാനിക്കാൻ പറ്റും. അന്ന് എനിക്ക് സംഭവിച്ചത് ആ സമയത്ത് വേദനാജനകമായിരുന്നു, പിന്നീട് അനുഗ്രഹമായി മാറിയെങ്കിൽ, ഇഫ് ദാറ്റ് ഈസ് സോ, ഇപ്പോൾ എനിക്ക് സംഭവിക്കുന്ന വേദനയും പിന്നീട് എനിക്ക് എന്തായി മാറും? അനുഗ്രഹമായി മാറും. ഇത് അനുമാനമാണ്. അമ്മയുടെ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞിന് ഡോക്ടർ കുത്തിവെക്കുന്നു, കൂടെ നിൽക്കുന്നവർ ചിരിക്കുന്നു, ഡോക്ടറും ചിരിക്കുന്നു, അമ്മയും ചിരിക്കുന്നു, ഒരൊറ്റ ഒരാൾ മാത്രം കരയുന്നു. ആരാണ്? കുഞ്ഞ് കരയുന്നു. കാര്യം അമ്മയ്ക്ക് സമാധാനമായി. എന്താണ് അമ്മയ്ക്ക് സമാധാനം? തൻ്റെ കുഞ്ഞ് ഡിഫ്തീരിയയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു, പോളിയോയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു, മലമ്പനിയിൽ നിന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു, എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും എൻ്റെ കൊച്ചിന് പ്രതിരോധ ശക്തി കിട്ടിക്കഴിഞ്ഞു. ഡോക്ടറും സന്തോഷിക്കാം, താനൊരു സാമൂഹ്യപരമായ ഒരു ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. കൂടെ നിൽക്കുന്നവർക്ക് സന്തോഷിക്കാം. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല? ഈ കുട്ടിയെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? മോനെ, ഇപ്പോൾ നിനക്ക് സംഭവിക്കുന്നതാണ് നിനക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമ്മൾ ഏത് വലിയ വാഗ്മി വന്നാലും ആ കുട്ടിക്ക് കാര്യം മനസ്സിലാവില്ല. ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതേ കുട്ടി ഒരു 20 വർഷം കഴിഞ്ഞോട്ടെ, അവൻ നമ്മളോട് നന്ദി പറയും. അമ്മേ, അന്ന് എനിക്ക് കുത്തിവെപ്പെടുത്തത് എത്ര നന്നായിരിക്കണം, എനിക്ക് പ്രതിരോധ ശക്തിയായിരിക്കുന്നു. ആ കുട്ടി ഇങ്ങോട്ട് വന്ന് പറയും. ഇതുപോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. വേദനിക്കുന്നത് കൊണ്ട് ഒരു കാര്യം, ആ വേദനിക്കുന്ന സമയത്ത് നമുക്ക് അതിനോട് വിപ്രതിപത്തി തോന്നുന്നു എന്നുള്ളത് സഹജം, അതായത് അതൊരു ഇൻസ്റ്റിങ്ക്റ്റായിട്ടുള്ള സംഗതിയാണ്. പക്ഷേ അതങ്ങനെയല്ല. അത് തിരിച്ചറിയുമ്പോഴാണ് ആ ജ്ഞാനം വരുന്നത്. ഞാനിത് ഇത്രയും പറയാൻ കാരണം, ഈ 20 വയസ്സിൽ നമുക്ക് റിലേഷൻഷിപ്പിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിലേക്കാണ് ഇത് വന്നത്. അതെ അതെ 20 വയസ്സിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ഏറെക്കുറെ തെറ്റായിരിക്കും. 2 കാര്യങ്ങളെക്കുറിച്ച് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും. അത് 20-കൾ തന്നെയാണ്. 20-കളിൽ അതായത് ടീനേജും
അതുപോലെ ഏർലി 20s നമ്മൾ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഹേസ്റ്റി ആയിട്ട് എടുക്കുന്ന ഡിസിഷൻ, രണ്ട് കാര്യങ്ങളെക്കുറിച്ച് എടുക്കുന്ന ഡിസിഷൻ തെറ്റിയിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി തെറ്റിയിരിക്കും. അതിലൊന്ന് നമ്മളുടെ പ്രൊഫഷൻ, രണ്ട് നമ്മളുടെ പാർട്ട്ണർ. രണ്ട് കാര്യങ്ങളിൽ തെറ്റാനാണ് സാധ്യത ഏർലി 20s. ഇനി അത് ശരിയായാൽ പോലും അത് പൊട്ടക്കണ്ണൻ മാവിൽ എറിഞ്ഞതുപോലെ ശരിയായതാ, അല്ലെങ്കിൽ ലോട്ടറി അടിച്ച പോലെ ശരിയായതാ. അതുകൊണ്ട് അയാൾ ചോയ്സ് അല്ല, അയാളവിടെ ആലോചിച്ചെടുത്തത് ആയിരിക്കണമെന്നില്ല. വളരെ ചെറിയ ശതമാനം ആലോചിച്ചെടുത്ത് ശരിയാക്കാറുണ്ട്. അങ്ങനെയുള്ളവരെ നമുക്ക് മാറ്റി നിർത്താം. അത് ഒരു എന്താ പറയുക, എക്സെപ്ഷനാണ്. അതല്ലെങ്കിൽ ഇതാണ് അവസ്ഥ. പിന്നെ കിട്ടിയത് കൊണ്ട് പാച്ച് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം എന്നല്ലാതെ. അതേസമയം നമ്മൾ 30s, ഇപ്പം ഫോർ എക്സാമ്പിൾ 20s ബ്രേക്കപ്പ് അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, ഞാൻ അത്തരം മനുഷ്യരോട് സംസാരിച്ചിട്ടുണ്ട്. 20s കഠിനമായ ബ്രേക്കപ്പിലൂടെ കടന്നുപോയി, പ്രണയം നിഷേധിക്കപ്പെട്ടു, നിർദ്ദയം നിരസിക്കപ്പെട്ടു. പിന്നീട് ഞാൻ അവരെ ലേറ്റ് 30s കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോഴെങ്ങനെയാണ് ബ്രേക്കപ്പ് സമയത്ത് നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അവർ പറയുന്നത് അത് നരകമായിരുന്നു. താൻ തിരസ്കൃതനായി എന്നുള്ള തിരിച്ചറിവ് നരകമാണ് നമുക്ക്. ആ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു 3 മാസം ബ്ലീഡ് ചെയ്യും. അത് നിങ്ങളുടെ ഒരു ശരാശരി ആഴത്തിൽ പോയ ഒരു ബന്ധം നമ്മൾ തിരസ്കൃതനാകുമ്പോൾ, നമ്മളെ തിരസ്കരിക്കുമ്പോൾ ചുരുങ്ങിയതൊരു 90 ദിവസം നമ്മൾ ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ഹാർട്ട് ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ വേദന കഠിനമാണ്. പിന്നെയാണ് അത് പതുക്കെ 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 ഒന്ന് ഹീൽ ചെയ്ത് വരുന്നത്. അപ്പം അദ്ദേഹം ഇത് തന്നെ പറഞ്ഞു, നരകമാണ്, നരകവേദനയാണത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇപ്പം നിങ്ങളതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അയാൾ എൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാഗ്യത്തിന് ഞാൻ തിരസ്കരിക്കപ്പെട്ടു. നേരെ മറിച്ച് ആ ബന്ധം മുമ്പോട്ട് പോയിരുന്നെങ്കിൽ അത് തകർന്ന് തരിപ്പണമായി പോകുമായിരുന്നു. കാര്യം ഇറ്റ് വാസ് എ റോങ് ചോയ്സ്. ആ കുട്ടി തൻ്റെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഒരാളേ അല്ല എന്ന് അയാൾ ഇപ്പോൾ തിരിച്ചറിയാണ്. എപ്പോഴോ ഒരു 15 വർഷം ശേഷം അയാൾക്ക് മനസ്സിലായി 15 വർഷം മുമ്പ് താൻ എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന്. അന്ന് തൻ്റെ സ്നേഹത്തെ നിഷേധിച്ചിട്ട് പോയത് ഭാഗ്യമായിട്ട് തോന്നുന്നു. കാര്യം രണ്ട് ട്രൈബാണ്, രണ്ട് ലോകത്താണ് അവർ ജീവിക്കുന്നത്. ആ വ്യക്തി ഇയാളുടെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഒന്നുകിൽ അത് വേർപെട്ടു പോകും, അല്ലെങ്കിൽ അവരുടെ ജീവിതം സംഘർഷമയമായിരിക്കും. അതും അല്ലെങ്കിൽ അതിനപ്പുറം വല്ലതും സംഭവിച്ചെന്നിരിക്കാം. എന്തും സംഭവിക്കാം. നല്ലതൊന്നും അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഒരു 15 വർഷത്തിന് ശേഷം ആ വ്യക്തിക്ക് ഈ ബ്രേക്കപ്പാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും മനോഹരമായ കാര്യം എന്ന് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ്? 38 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് 20s എടുക്കുന്ന ഡിസിഷൻ തെറ്റിപ്പോകുന്നത്? 20s എടുക്കുന്ന ഡിസിഷൻ തെറ്റാനുള്ള കാരണം, പ്രത്യേകിച്ചും നമ്മുടെ പ്രൊഫഷനെക്കുറിച്ചും നമ്മളുടെ പാർട്ട്ണറെക്കുറിച്ചും എടുക്കുന്ന ഡിസിഷൻ തെറ്റിപ്പോകാനുള്ള കാരണം, അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ആരാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലെ ഈ ഞാൻ ആരാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടില്ല. എൻ്റെ 20 വയസ്സിലെ അവസ്ഥ എനിക്കറിയാമല്ലോ, ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാം. അപ്പോൾ ഇപ്പോഴത്തെ എന്നെക്കുറിച്ച് എനിക്കന്നൊരു ക്ലൂ ഇല്ലെന്നേ, ഒരു സൂചന പോലും ഇല്ല ഞാൻ ഇങ്ങനെയാണെന്ന്. വളരെ സാധാരണമായൊരു ജീവിതം എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു തിങ്കിങ് സ്പേസിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. മറ്റുള്ളവർ ചെയ്യുന്നത് അനുകരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. 20 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ, അതുകൊണ്ട് തന്നെ ആ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞാനൊരു പാർട്ട്ണറെ തിരഞ്ഞെടുത്താൽ അത് തെറ്റിയിരിക്കും, ഒരു സംശയവും വേണ്ട. കാര്യം എനിക്ക് എന്നെ പരിചയമില്ല. എന്നെ പരിചയമില്ലാതെ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ ഡെഫിനറ്റായിട്ട് തെറ്റിപ്പോവും. ഇനി എൻ്റെ പ്രൊഫഷൻ, ഇത് രണ്ടും നമ്മളുടെ ജീവിതത്തിൻ്റെ 80% ഹാപ്പിനെസ്സിനെ നിർണ്ണയിക്കുന്നത് ഈ 2 ഡിസിഷൻസാണ്. നമ്മുടെ പ്രൊഫഷനും നമ്മുടെ ലൈഫ് പാർട്ട്ണറും. ഈ 2 ഡിസിഷൻ ശരിയായാൽ നമ്മുടെ 90% ജീവിതം സംതൃപ്തമായിരിക്കും. പക്ഷേ ഈ രണ്ടും നമുക്ക് ആ സമയത്ത് അറിയാൻ പറ്റും. നമ്മൾ എന്താണെന്ന് അന്നേ നമുക്ക് അറിയണം. ഞാൻ ഇന്ന പോലൊരു മനുഷ്യനാണ്,
എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ സ്ട്രെങ്ത് ഇതൊക്കെയാണ്, എൻ്റെ ജീവിതത്തോടുള്ള അഭിനിവേശങ്ങളും എൻ്റെ ജീവിതത്തോടുള്ള ആഭിമുഖ്യങ്ങളും ഇന്നതാണെന്ന് കൃത്യമായിട്ട് എനിക്ക് എന്നെ മനസ്സിലാക്കിയത്, അന്ന് നമുക്ക് കൃത്യമായൊരു തീരുമാനം എടുക്കാൻ പറ്റും. കിട്ടില്ല. അത് ആ കൊച്ചു കുട്ടിയോട് ഇഞ്ചക്ഷൻ എടുക്കുന്നത് നിനക്ക് നല്ലതിനാന്ന് പറയുന്നത് പോലെ പാഴ്വേലയാണ്, നടക്കില്ല. അങ്ങനെ നടന്ന ആ കുട്ടി ഒരു എക്സെപ്ഷൻ മാത്രമാണ്. അങ്ങനെ ഒരു കുട്ടിയെ 3 അല്ലെങ്കിൽ അമ്മയുടെ തോളിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് എന്നെ കുത്തി വെച്ചോ, എനിക്ക് പ്രതിരോധ വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു എക്സെപ്ഷനാണ്. അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഏതാണ്ട് അതുപോലൊരവസ്ഥയാണിത്. അപ്പോൾ അത് തെറ്റാനാണ് സാധ്യത. ഇനി അതല്ലെങ്കിൽ തന്നെ നമുക്ക് ശരിയായിട്ടുള്ള മനുഷ്യനെ കണ്ടെത്താൻ പറ്റില്ല. ശരിയായിട്ടുള്ള മനുഷ്യരൊക്കെ ഉണ്ട്, അവരിലേക്ക് എത്താൻ, അതായത് എനിക്ക് തെറ്റിപ്പോയ വഴികളെല്ലാം നിന്നിലേക്കുള്ള ദൂരങ്ങളായിരുന്നു എന്നൊരു കവിതയുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നമുക്ക് വഴി തെറ്റുന്നു, അത് ഈ ശരിയായ വഴി, ലക്ഷ്യത്തിലേക്കുള്ള വഴിയായിരുന്നു. നമ്മളവിടെ എവിടെയെങ്കിലും യാത്ര അവസാനിപ്പിച്ചിരുന്നെങ്കിൽ നഷ്ടമായേനെ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ 40s തന്നെയാണ് നമ്മുടെ റിയൽ പാർട്ട്ണറെ കണ്ടെത്താനുള്ള നമ്മുടെ അതായത് നമ്മൾ ഫിസിക്കലാണ്, നമ്മൾ ഇമോഷണലാണ്, നമ്മൾ ഇൻ്റലക്ച്വലാണ്, അതേസമയം നമ്മൾ അറ്റ് ദ സെയിം ടൈം അല്ല, അതിനേക്കാളേറെ നമ്മൾ സ്പിരിച്വലാണ്. ഇത്രയും അറ്റ്ലീസ്റ്റ് നമ്മളെക്കുറിച്ച് ഇത്രയെങ്കിലും നമുക്കൊരു ഗ്രാഹ്യമുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളെ എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത്രയും നമ്മൾ അറിഞ്ഞാൽ മതി, മറ്റേത് വന്നോളൂ. ആക്ച്വലി നമ്മൾ തേടി പോകേണ്ട കാര്യം പോലുമില്ല. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം വന്നു എന്ന് ഉറപ്പായാൽ പ്രപഞ്ചം തന്നെ നമ്മളവിടെ എത്തിക്കും. അതായത് ഒരു ഓട്ടോമാറ്റിക് പ്രൊമോഷനാണത്. നമ്മളൊരു ചില വീഡിയോ ഗെയിം കളിക്കുമ്പോൾ അങ്ങനെയാണ്, നമ്മളൊരു പ്രത്യേക ലെവലിൽ കളിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി അവർ പറയുന്ന കാര്യം നമ്മൾ അച്ചീവ് ചെയ്യണമെന്നില്ല. നമ്മൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഓട്ടോമാറ്റിക് പ്രൊമോഷൻ നമുക്ക് കിട്ടും, നമ്മൾ നെക്സ്റ്റ് ലെവലിലെത്തും. അങ്ങനെയുണ്ട്. ഈ മാരിയോയിലൊക്കെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്, നമ്മുടെയൊക്കെ 20s മാരിയോ ആയിരുന്നു. മാരിയോ കളിച്ച് ചുമ്മാ പൊങ്ങിപ്പോവും. സാധാരണ അയാൾ ശക്തി കിട്ടും, എന്തൊരു ശക്തി, അയാൾ തന്നെ അടുത്ത ലെവലിലെത്തും. അപ്പോൾ അതുപോലെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കി എന്ന് പ്രപഞ്ചത്തിന് തോന്നിക്കഴിഞ്ഞാൽ, നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ഓവർസീ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ റിയൽ പേഴ്സൺ വിൽ കം. വെൻ ദ ഡിസൈപ്പിൾ ഈസ് റെഡി ദ മാസ്റ്റർ വിൽ കം എന്ന് പറയുന്നത് പോലെയാണത്. വെൻ വി ആർ റെഡി അവർ ബെറ്റർ ഹാഫ് വിൽ കം. അങ്ങനെ വരുന്നത് ശാശ്വതമായ ബന്ധമായിരിക്കും, സമാധാനപൂർണമായ ബന്ധമായിരിക്കും, അർത്ഥസമ്പുഷ്ടമായ ബന്ധമായിരിക്കും, വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കും, മ്യൂച്വലി നറിഷിങ് ആയിരിക്കും. ലോകത്തിന് ഇത് സർവോപരി അവരെ കൊണ്ട് ലോകത്തിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അവരൊറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ ചെയ്യാത്ത പല കാര്യങ്ങളും അവരുടെ യോജിപ്പിലൂടെ അവർക്ക് ഈ ലോകത്തിന് സംഭാവന കൊടുക്കാൻ പറ്റും. ഇത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് നിസ്സംശയം പറയാൻ പറ്റും. സാധാരണ നമ്മളെ പോഡ്കാസ്റ്റിലൊക്കെ തന്നെ കുറച്ചും കൂടി സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ സംസാരിക്കും. ഇവിടെയും സിംപ്ലിഫിക്കേഷന് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ ഒരു അഗാധമായ അല്ലെങ്കിൽ കുറച്ചും കൂടിയും അങ്ങയുടെ ചിന്താധാരയുടെ പ്രത്യേകതയും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സബ്ജക്റ്റ് എപ്പോഴും പറയില്ലേ, വേദാന്തം ഒരു ഡ്രൈ സബ്ജക്റ്റാണ് എപ്പോഴെല്ലാം പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് നമുക്ക് എനിക്ക് ഒരു പെരിഫറലിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു. അതിൻ്റെ ഇപ്പം എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നൊരു വളരെ എന്താ പറയുക, വളരെ നല്ല രീതിയിലും ചീത്ത രീതിയിലൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നൊരു വേർഡാണ് സനാതനധർമ്മം. അപ്പം ഈ ക്രിസ് എന്ന പേര് പറഞ്ഞ് നോക്കുമ്പോൾ തന്നെ അങ്ങ് ഈ ഒരു പേരിനെ, ഈ സനാതനധർമ്മം എന്നുള്ള ഒരു പേരിനെ, അല്ലെങ്കിൽ ഈ തത്വത്തെ, അല്ലെങ്കിൽ ഈ ഒരു ട്രൈബിനെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത്? സനാതനധർമ്മം എന്നുള്ള വാക്ക് അടുത്ത കാലത്ത് നമ്മൾ കേട്ടത് അത്ര നല്ല ഒരു പരിസരത്തിലല്ല സത്യം. ആ ശബ്ദം ഉയർന്നു കേട്ടത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അത് വളരെ ഗൗരവമായ ചില കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്, അത് നമ്മൾ കാണാതിരിക്കുന്നില്ല. പക്ഷേ സനാതനധർമ്മം അതല്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്. സനാതനധർമ്മത്തെ പലരും പല പെർസ്പെക്റ്റീവിൽ, പല ആംഗിളുകളിലാണ്, അന്ധൻ ആനയെ കാണുന്നത് പോലെയാണ് സനാതനധർമ്മത്തെ പലരും കണ്ട് സ്റ്റേജുകളിൽ കയറി എന്ന് ഉറക്കെ പറയുന്നത്. ചിലർ പറയുന്നത് സനാതനധർമ്മം ജാതി തിന്മയാണ് എന്ന് പറയുന്നുണ്ട്. ചിലർ സനാതനധർമ്മം എന്ന് പറയുന്നത് അതല്ല, ശാശ്വതമായ ചില മൂല്യങ്ങളാണ് എന്ന് പറയുന്നുണ്ട്.
ഇവിടെ ഞാനെങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത്, സനാതനധർമ്മം എന്ന് പറയുമ്പോൾ ശാശ്വതമായ ഒരു വ്യവസ്ഥയാണത് ചൂണ്ടിക്കാണിക്കുന്നത്. ശാശ്വതം എന്ന് പറയുന്നതിനേക്കാൾ ഉള്ളത് എന്ന് പറയുന്നതാണ് സത്യം. ഇവിടെ എന്താണോ ഉള്ളത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ, അതിനെ അടിസ്ഥാനമാക്കി ഉരുത്തിരിഞ്ഞു വന്ന ഒരു വ്യവസ്ഥ. അതായത് നമ്മളൊരു ഒരു ചട്ടക്കൂട് നിർമ്മിച്ചിട്ട് അതിന് മുകളിൽ പടുത്തുയർത്തിയതല്ല സനാതനധർമ്മം എന്ന് പറയുന്നത്. എന്താണോ ഇവിടെ ഉള്ളത് ആ ഉള്ളതിനെ അടിസ്ഥാനമാക്കി ആധാരമാക്കി കാലങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒന്നിനെയാണ് നമ്മൾ സനാതനധർമ്മം. അതിനൊരു സൃഷ്ടികർത്താവില്ല, അതിനൊരു ബർത്ത് ഡേറ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ അതിന് ഡെത്ത് ഡേറ്റും ഇല്ല. അതിന് നിയതമായിട്ടൊരു ഗ്രന്ഥം, അത് ഗ്രന്ഥത്തെക്കാൾ ഡീപ്പാണ്. അതൊരു ഫൗണ്ടറല്ല, അത് പ്രപഞ്ചം തന്നെയാണ് അതിൻ്റെ ഫൗണ്ടർ. ഇവിടെ എന്താണോ ഉള്ളത് ഇത് നമുക്കല്പം ഒന്ന് വിശദീകരിച്ച് കാണേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, വേദാന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ജഗത് മിഥ്യ ബ്രഹ്മസത്യം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ശാശ്വതമായിട്ടുള്ളത് മരണത്തെ അതിജീവിക്കുന്ന, മാറ്റങ്ങളെ അതിജീവിക്കുന്ന ആത്മാവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം മുതലേ പറയുന്നത്. ശരിക്കും അതാണ് സനാതനമായിട്ടുള്ളത്. ഉള്ളത് ആത്മാവാണ്. ഇനി ഉള്ളത് ആത്മാവാണെന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ ബാക്കിയൊന്നും ഇല്ലാത്തതാണെന്നെങ്കിലും, ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നശിക്കുന്നതാണെന്നെങ്കിലും നമ്മൾ കാണണം. ശാശ്വതമായിട്ടുള്ളൊരു സ്ഥിതി അതിനില്ല, ഒരു സ്ഥിരതയും സ്ഥിതിയും അതിനില്ല. പകരം അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നോ വന്ന് എവിടെയോ നിലനിന്ന് എവിടേക്കോ മറിയുകയാണ്. ഈ ആധാരത്തെ നമ്മൾ തിരിച്ചറിയാതെ ഈ മായുന്നതിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ മായുന്നതെല്ലാം സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്. മായുന്നതെല്ലാം സ്ഥിരമായി നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു മിഥ്യാധാരണയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം സനാതനം എന്ന് പറയുന്നത് ആത്മാവ് ആണ് സനാതനം. അതിനെക്കുറിച്ച് പറയുന്ന ധർമ്മമാണ് സനാതനധർമ്മം. ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ആത്മാവിനെക്കുറിച്ച് പറയുന്ന ധർമ്മത്തിന് പറയുന്ന പേരാണ് സനാതനധർമ്മം. റിലീജിയൻ ഓഫ് എക്സ്പീരിയൻസ് ആണത്. ഒരാൾ അനുഭവിച്ചു ആ ശാശ്വതമായ സത്യത്തെ, സനാതനമായ സത്യത്തെ, കേവലമായ സത്യത്തെ, സാപേക്ഷമായിട്ടുള്ള നിരപേക്ഷമായ കേവലമായ അദ്വൈത സത്യത്തെ അനുഭവിച്ചിട്ട് അയാൾ നടത്തുന്ന അനുഭവ സാക്ഷ്യമാണ് ഇതിനാധാരം. അതാണ് സനാതനധർമ്മം ശരിക്കും. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ഇലാബറേഷനുണ്ട്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമധർമ്മങ്ങളാണെന്ന്. കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു സംഗതിയാണിത്. വർണ്ണാശ്രമധർമ്മങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കൊരു വാസനയുണ്ട്. ജാതി വ്യവസ്ഥയായിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യാനുള്ളൊരു വാസന നമ്മളെല്ലാവരും ഉണ്ട്. വാസ്തവത്തിൽ ഈ ധർമ്മവും ജാതി വ്യവസ്ഥയും രണ്ട് സംഗതികളാണ്, വ്യത്യസ്തമായ രണ്ട് സംഗതികളാണ്. ഒന്ന് ഡൈവേഴ്സിറ്റിയാണ്, വൈവിധ്യങ്ങളാണ്. ഡൈവേഴ്സിറ്റി ഈസ് ദ സെലിബ്രേഷൻ ഓഫ് ലൈഫ്. ജീവിതത്തിലെ ആഘോഷമാണ്, ആനന്ദാഘോഷമാണ് ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങൾ. വർണ്ണം എന്ന് പറയുന്നത് അതിൻ്റെ വൈവിധ്യങ്ങളാണ്. ജാതി എന്ന് പറയുന്നത് മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യമാണ്. ഒരു സംശയം വേണ്ട. ഞാൻ അത്ഭുതപ്പെടുന്നൊരു കാര്യം അതാണ്. ഇപ്പോൾ യേശുദേവൻ അത്ഭുതപ്പെടുന്നൊരു കാര്യമുണ്ട്. ശരീരത്തിനുള്ളിൽ ആത്മാവ് എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്. അദ്ദേഹം അത്ഭുതപ്പെടുന്നത് ഈ ദാരിദ്ര്യത്തിനുള്ളിൽ ഈ മഹാധനം എവിടെ നിന്ന് വന്നു എന്ന് അദ്ദേഹം ആശ്ചര്യപ്പെടുകയാണ്. ഇറ്റ്സ് എ മിറാക്കിൾ ഓഫ് മിറാക്കിൾ എന്ന് അദ്ദേഹം പറയുന്നത്. ആശ്ചര്യങ്ങളുടെ ആശ്ചര്യം. ഞാൻ ആശ്ചര്യപ്പെടുന്നത് ഈ മഹാധനത്തിനുള്ളിൽ ഈ ദാരിദ്ര്യം എങ്ങനെ വന്നു, ഈ ജാതി എന്ന് പറയുന്ന തിന്മ ഈ സനാതനധർമ്മത്തിൽ നിന്ന് എങ്ങനെ സംഭവിച്ചു എന്നോർത്ത് ഒരുപാട് അത് ഹോണ്ട് ചെയ്തിട്ടുണ്ട്. ജാതി എന്ന് പറയുന്ന കുറ്റകൃത്യം, മനുഷ്യരാശിക്കെതിരായിട്ടുള്ള. എന്താണ് ജാതിയുടെ പ്രശ്നം? ജാതിയുടെ പ്രശ്നം, ഒന്നാമത്തെ കാര്യം, അത് വൈവിധ്യമല്ല. വൈവിധ്യങ്ങളെ അല്ല ജാതി മുമ്പോട്ട് വയ്ക്കുന്നത്, ശ്രേണീകരണത്തെയാണ്. നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകളിലൊന്ന്, നമ്മൾ മറ്റൊരാളെക്കാളും താഴെയാണെന്ന് മുദ്ര കുത്തി നമ്മളെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിലൂടെ എന്നെങ്കിലും ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ജാതിപരമാകണമെന്നില്ല.
മറ്റെന്തിൻ്റെ എത്രയെത്ര കാരണങ്ങളാൽ അങ്ങനെ ശ്രേണീകരണമുണ്ട്. അതിലേറ്റവും ദാരുണമായ ഒന്നാണ് ജാതി. ബാക്കി ഒരുപാട് ശ്രേണീകരണങ്ങളുണ്ട്. പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒക്കെ ശ്രേണീകരണങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാതെ നിങ്ങളുടെ നന്മ തിരിച്ചറിയാതെ പോയിട്ടുണ്ടോ? ഹൃദയം നുറുങ്ങുന്ന വേദനകളിൽ ഒന്നാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കെ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനകളിലൊന്ന് പതിത്വം കൽപ്പിച്ച് മറ്റൊരു മനുഷ്യൻ നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ്. അതേസമയം പതിത്വം കൽപ്പിക്കാതെ നമ്മളെ തുല്യതാബോധത്തോടുകൂടി സ്വീകരിക്കപ്പെടുന്ന അവസ്ഥ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അതിൽപ്പരം ഒരു ആഹ്ലാദം, അതിൽപ്പരം ഒരു ആനന്ദം വേറെയില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിൻ്റ്. നമ്മുടേതല്ലാത്ത ഭവനത്തിൽ, നമ്മുടേതല്ലാത്ത ആളുകളുടെ ഇടയിൽ നമ്മൾ സ്വീകരിക്കപ്പെടുക എന്നുള്ളതാണ്, സർവാത്മനാ സ്വീകരിക്കപ്പെടുക, അവരിലുള്ള ഒരാളായി നമ്മളെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആനന്ദം. ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആനന്ദാനുഭവങ്ങളിലൊന്ന്. അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ജാതി നിലകൊള്ളുന്നത്. നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മളെ പതിത്വം കൽപ്പിച്ച് മാറ്റി നിർത്തപ്പെടുക, ഞാൻ ജനിച്ചതാണ് എൻ്റെ കുഴപ്പമെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു അവസ്ഥ, ഒരു സാമൂഹിക തിന്മ, അല്ലെങ്കിൽ അത് തിന്മയെന്നല്ല, ഏറെ മനുഷ്യരാശിക്കെതിരെയുള്ള ഒരു കുറ്റകൃത്യമാണ് ജാതി. ഈ ജാതി എങ്ങനെ വന്നു? ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മളിതിനെ സമീപിച്ചില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റും. എല്ലാവർക്കും തെറ്റുപറ്റും. സനാതനധർമ്മത്തെ ഇകഴ്ത്തുന്നവർക്കും തെറ്റുപറ്റും, സനാതനധർമ്മത്തെ പുകഴ്ത്തുന്നവർക്കും തെറ്റുപറ്റും. ഈ ജാതിയെ നമ്മൾ വളരെ സൂക്ഷിച്ച് സമീപിക്കണം. ജാതിയുടെ പേരിൽ സനാതനധർമ്മത്തെ ഇകഴ്ത്തുന്നവർ ചെയ്യുന്ന തെറ്റെന്താണ്? കുളിപ്പിച്ച വെള്ളത്തോടൊപ്പം കുട്ടിയെ എടുത്ത് കളയുകയാണ്. ഒരു കുട്ടിയെ കുളിപ്പിച്ചു, ആ വെള്ളം എടുത്ത് കളഞ്ഞപ്പോൾ അതിനകത്ത് ആ കൊച്ചുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളത്തോടൊപ്പം കുട്ടിയെ കളയുന്ന രീതിയാണ് അവലംബിച്ചതെങ്കിൽ ഇപ്പുറത്തുള്ളവർ ഈ ജാതിയെ വേണ്ടത്ര ഗൗരവത്തോടെ പരിഗണിക്കാതിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതിനെ പരിഗണിക്കാതെ നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇനിയുള്ള കാലം ജാതി എന്ന് പറയുന്ന ഒരു തിന്മയെ അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ തിരിച്ചറിയണം. അത് എങ്ങനെ വന്നു എന്ന് തിരിച്ചറിയാതെ നമ്മൾ മുമ്പോട്ട് പോകരുത്. അത് നമ്മുടെ അവയർനെസ്സിൻ്റെ ഭാഗമാകണം. ജാതിയെ സമീപിക്കുമ്പോൾ, ഞാൻ വർണ്ണത്തിലേക്ക് വരാം, അതിനു മുമ്പ് ജാതി ഒന്ന് പറഞ്ഞോട്ടെ. ജാതിയെ സമീപിക്കുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ഈ ലോകത്ത് ഒരുപാട് സിസ്റ്റങ്ങളുണ്ട്. ഒരുപാട് സിസ്റ്റങ്ങൾ പാളിപ്പോയിട്ടുണ്ട്. ഒരുപാട് സിസ്റ്റങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ദാരുണമായ വിധിക്ക് കാരണമായിട്ടുണ്ട്, മരണത്തിന് കാരണമായിട്ടുണ്ട്, പതിത്വത്തിന് കാരണമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തിൽ ഒരു വ്യവസ്ഥയും അതിൻ്റെ തുടക്കത്തിൽ മനുഷ്യത്വത്തിനെതിരാവുക സാധ്യമല്ല. ഈ ഒരു ഉറച്ച ബോധ്യത്തിൽ നിന്നുകൊണ്ടേ നമ്മൾ ഈ ജാതി എന്ന് പറയുന്ന തിന്മയെ സമീപിക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് തെറ്റിയിരിക്കും, ഉറപ്പായിട്ടും നമുക്ക് തെറ്റിയിരിക്കും. നമ്മുടെ ഉള്ളിൽ ഇത് അപകർഷതാബോധം സൃഷ്ടിക്കും, നമ്മുടെ ഉള്ളിൽ ഇത് വൈരാഗ്യ ബുദ്ധിയും ഉണ്ടാക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തുണ്ടായ ഒരു വ്യവസ്ഥയും അതിൻ്റെ തുടക്കത്തിൽ മനുഷ്യർക്കെതിരായിരിക്കില്ല. സദ്ഭാവനയോടുകൂടി മാത്രമാണ് സകലതും ഇംപ്ലിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും നമ്മൾ ഉറച്ച ബോധ്യമായിരിക്കണം നമ്മൾ. ഇപ്പോൾ ലോകത്ത് കൂട്ടക്കുരുതികൾക്ക് കാരണമായ എത്ര പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ അതിൻ്റെ അകക്കാമ്പിൽ അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണോ? ഒരിക്കലും അല്ല. ഒരു ഗ്രന്ഥവും ഒരു പുസ്തകവും ഒരു ഇസവും ഒരു മതവും ഒരു വ്യവസ്ഥയും മനുഷ്യരാശിക്കെതിരായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. എല്ലാം തന്നെ മനുഷ്യനെ നവീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അത്രയും മിനിമം നമുക്ക് അത്രയും ഒരു ബോധം വേണം. ലോകത്തെവിടെയും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ അങ്ങനെ സൃഷ്ടിക്കപ്പെടുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മഹാധനത്തിനുള്ളിൽ ഈ ദാരിദ്ര്യം എങ്ങനെ വന്നു എന്നാണ് നമ്മളെ വിഷമിപ്പിക്കേണ്ടത്. ഈ സനാതന ധർമ്മത്തിനുള്ളിൽ ജാതി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബോധ്യം എന്ന് പറയുന്നത്, ഒരു വ്യവസ്ഥയും അതിൻ്റെ തുടക്കത്തിൽ മനുഷ്യർക്കെതിരല്ല. പിന്നെ എന്തുകൊണ്ട്? അത് അടുത്ത ചോദ്യം. എന്തുകൊണ്ടത് സംഭവിച്ചു? ആരാണ് അതിന് ഉത്തരവാദി? ഈ ഒരു ചോദ്യത്തിന് പിന്നാലെ നമ്മൾ പോകണം. നമുക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന മനുഷ്യരുണ്ട്, പെട്ടെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന നിർമ്മിതികളുണ്ട്. അവരാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഒരു കുറ്റവാളിയെ കണ്ടെത്താം.
ശീഘ്രം നമുക്കൊരു കുറ്റവാളിയെ കണ്ടെത്താം, അയാളിൽ കുറ്റം ആരോപിക്കാം, ആരോപിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ നമ്മളിൽ അത് അൾട്ടിമേറ്റായിട്ട് എന്ത് സൃഷ്ടിക്കുന്നു? അപകർഷതാബോധവും വൈരാഗ്യബുദ്ധിയും മാത്രം അവശേഷിപ്പിക്കുന്നു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു വ്യവസ്ഥ മനുഷ്യനെതിരായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ്, എങ്ങനെയാണ് ഇത് മനുഷ്യനെതിരായി തീരുന്നത്? ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫിസിക്സിൽ ഒരു തിയറിയുണ്ട്, തെർമോഡൈനാമിക്സിൽ രണ്ടാമത്തെ തിയറി പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അത് പറയുന്നത് എൻട്രോപ്പിയെ കുറിച്ചിട്ടാണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയെ നിങ്ങൾ അങ്ങനെ തന്നെ തുടരാൻ അനുവദിച്ചാൽ അത് കെയോസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊരിക്കലും ഓർഡറിലേക്ക് പോവില്ല, പകരം അത് കെയോസിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, ക്രമമില്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ബോധപൂർവം നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമാണ് അതിന് ഒരു ഓർഡറിലേക്ക് പോകാൻ പറ്റൂ. ഞാനൊരു ഫിസിസിസ്റ്റ് അല്ല. ഞാനിതിനെ ആത്മീയമായിട്ടോ സാമൂഹികമായിട്ടും വ്യാഖ്യാനിക്കാൻ വേണ്ടി അതിൽ നിന്നൊരു ടൂൾ എടുത്തു എന്നേ ഉള്ളൂ. അപ്പം ഈ ലോ ഓഫ് എൻട്രോപ്പി പറഞ്ഞത് നമ്മുടെ ബന്ധങ്ങളിൽ ബാധകമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ എൻട്രോപ്പി ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധത്തെ അങ്ങനെ തന്നെ തുടരാൻ അനുവദിച്ചു. അതായത് നിങ്ങൾ അതിനെ പരിപോഷിപ്പിക്കുന്നില്ല, അതിലിടപെടുന്നില്ല, അതിനെ ഗൗനിക്കുന്നില്ല. എന്ത് സംഭവിക്കും? അത് ക്രമേണ അകന്നു പോകും. ബന്ധം അകന്നേ പോവുള്ളൂ. ഒരിക്കലും നമ്മൾ വിളിക്കാതിരിക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന, നമ്മൾ കെയർ ചെയ്യാതിരിക്കുന്ന ഒരു വ്യക്തി നമ്മളിലേക്ക് വന്നോളും, അല്ലെങ്കിൽ അതവിടെ നിന്നോളും എന്നുള്ളത് മൗഢ്യമാണ്, തെറ്റിദ്ധാരണയാണ്. അതെത്ര പ്രിയപ്പെട്ട വ്യക്തിയായാലും നമ്മൾ ഒരിക്കൽ അവരെവിടെയെന്ന് നോക്കുമ്പോൾ അവിടെ ശൂന്യമായിരിക്കും. അവരയച്ച മെസ്സേജ് നമ്മൾ തുറന്നു നോക്കാതെ കിടപ്പുണ്ടാവും നമ്മുടെ ഇൻബോക്സിൽ. പെട്ടെന്നൊരു ദിവസം ഓർമ്മ വന്ന് നമ്മളെടുത്ത് നോക്കുമ്പോൾ ഡെലിവറി ചെയ്തിട്ട് മാസങ്ങൾ കഴിഞ്ഞൊരു മെസ്സേജ് ഉണ്ട്, നമ്മളത് തുറന്നു നോക്കിയിട്ടില്ല. ആ വ്യക്തി അവിടെ ഉണ്ടാവില്ല. വ്യക്തി ഉണ്ടാവും, പക്ഷെ നമുക്ക് അയാളെ കിട്ടില്ല, അവൈലബിൾ ആവില്ല. ഇമോഷണലി അയാൾ ഒരിക്കലും പിന്നെ തുറന്നു തരില്ല. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ എത്രയോ ബന്ധങ്ങളുണ്ട്. അപ്പോൾ എൻട്രോപ്പി ബന്ധങ്ങളിൽ സംഭവിക്കാം, മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളിൽ അത് സംഭവിക്കാം, ഭൗതിക ലോകത്ത് അത് സംഭവിക്കും, ഇത് സാമൂഹിക വ്യവസ്ഥയിലും സംഭവിക്കും. നിങ്ങളൊരു നല്ല വ്യവസ്ഥയുണ്ടാക്കി, മനുഷ്യരുടെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നൊരു വ്യവസ്ഥയുണ്ടാക്കി അവിടെ വെച്ചിരുന്നാൽ അത് കുറേ കഴിയുമ്പോൾ അതിനെ പിന്നെ പ്രത്യേകിച്ച് പരിരക്ഷിക്കുന്നില്ലെങ്കിൽ ഈ വൈവിധ്യങ്ങൾ എന്നുള്ളത് ശ്രേണീകരണമായി മാറും. വൈവിധ്യങ്ങൾ ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കി വെച്ച വൈവിധ്യങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട്, വർണ്ണവ്യവസ്ഥ. 4 വർണ്ണങ്ങൾ മയാ സൃഷ്ടം, ഞാൻ സൃഷ്ടിച്ചു, ഈ 4 പേർക്കും 4 ഡ്യൂട്ടികളാണ് പ്രപഞ്ചത്തിൽ നിർവഹിക്കാനുള്ളത് എന്ന രീതിയിൽ തയ്യാറാക്കി വെച്ചൊരു സിസ്റ്റം അതിൻ്റെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ വൈവിധ്യം എന്നുള്ളത്, അതായത് നിരപ്പാർന്ന ഒരു വൈവിധ്യം എന്നുള്ളത് ലംബമായ ശ്രേണീകൃത വ്യവസ്ഥയായിത്തീരും. അത് മനുഷ്യരാശിക്കെതിരായിട്ടുള്ളൊരു തിന്മയായി മാറും. ഇങ്ങനെയുള്ളത് വൈവിധ്യമാണെങ്കിൽ ഇങ്ങനെയുള്ളത് തിന്മയാണ്. മുകളിൽ നിന്ന് താഴോട്ടല്ല, വശങ്ങളിൽ നിന്ന് വശങ്ങളിലേക്കാണ് വൈവിധ്യം നിലനിൽക്കുന്നത്. ആർക്കും ഇടയ്ക്ക് വലിപ്പച്ചെറുപ്പങ്ങളില്ല എന്നാണ് വർണ്ണം. വർണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ വരിക്കുന്നതാണ്. ജാതി എന്ന് പറഞ്ഞാലോ, നമുക്കവിടെ ഒരു വരിക്കെന്ന് വെച്ചാൽ എനിക്ക് തിരഞ്ഞെടുക്കാം, വർണ്ണം എനിക്ക് തിരഞ്ഞെടുക്കാം. ജാതിയോ പുറത്തുനിന്ന് എന്നിലേക്ക് വരുന്നതാണ് ജാതി. ഞാൻ ജനിച്ചു കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതെൻ്റെ ജാതിയാന്ന്. പക്ഷെ വർണ്ണം അങ്ങനെയല്ല. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു മേഖല, അല്ലെങ്കിൽ ഞാനൊരു സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തിയാണെന്ന് ഞാൻ തിരഞ്ഞെടുത്തതാണ്. ഞാൻ എങ്ങനെ തിരഞ്ഞെടുത്തു? ഞാൻ എന്നെ മനസ്സിലാക്കിയപ്പോൾ, എൻ്റെ ഉള്ളിലെ എലമെൻസിനെ ഞാൻ കണ്ടെത്തിയപ്പോൾ, എൻ്റെ ഉള്ളിലെ എസൻസിനെ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അതിനെ വരിച്ചു. അപ്പോൾ എൻ്റെ വർണ്ണം ഇതാണ്. എനിക്കിനി വേറൊരു ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ വേറൊരു ജോലി ചെയ്താൽ എങ്ങനെ ഇരിക്കും? അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. ഞാൻ ഇരിക്കേണ്ടാത്തടത്ത് ഞാൻ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല, അത് നഷ്ടമാണ്. ഞാൻ ഇരിക്കേണ്ടിടത്ത് ഞാൻ ഇരുന്നില്ലെങ്കിൽ അതും ലോകത്തിന് നഷ്ടമാണ്. രണ്ടും നഷ്ടമാണ്. അപ്പം നമ്മുടെ വർണ്ണം കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനെ വരിച്ച്, സ്വധർമ്മത്തിലൂടെ വർണ്ണത്തെ കണ്ടെത്തി അതിനെ വരിക്കുമ്പോഴാണ് നമ്മൾ വർണ്ണം എന്ന് പറയുന്ന വൈവിധ്യത്തെ അംഗീകരിച്ച് നമ്മൾ ലോകത്തിന് മംഗളമായി തീരും. ഇപ്പം വർണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും 4 വർണ്ണങ്ങളാണല്ലോ ഇവിടെ ഉള്ളത്. ഈ 4 വർണ്ണങ്ങൾക്ക് ഒരു പ്രത്യേകത പറയുന്നത്, ഒന്ന് ജ്ഞാനപ്രധാനമാണ്, മറ്റൊന്ന് കാര്യക്ഷമത
അല്ലെങ്കിൽ നേതൃത്വ പാഠത്തിനുള്ള പ്രാധാന്യമുള്ള ഒന്നാണ്. ഇനിയൊന്ന് വാണിജ്യത്തിനും ബിസിനസ് ക്ലാസ്സാണുള്ളത്. നാലാമത്തത് സേവനത്തിലാണുള്ളത്. അപ്പോൾ ഈ 4 വ്യവസ്ഥകളാണ് വർണ്ണത്തിലുള്ളത്. ആക്ച്വലി ഇതൊരു ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ്. നമുക്കിതിനിടയ്ക്കുള്ള ഒരുപാട് സൂക്ഷ്മതകളുണ്ട്, സൂക്ഷ്മഭേദങ്ങളുണ്ട്. അതിലെവിടെ വേണമെങ്കിലും നമുക്ക് നമ്മളെ പ്ലേസ് ചെയ്യാം. ഇപ്പം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഇങ്ങനെയാണല്ലോ 4 വർണ്ണങ്ങളുള്ളത്. ഇത് 4 വൈവിധ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 4 വെള്ളം കിടക്കാത്ത കമ്പാർട്ട്മെൻറ്റുകളല്ല. ഇതിനിടയ്ക്ക് ഒരുപാട് സൂക്ഷ്മഭേദങ്ങളുണ്ട്. ഇതിൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളെ പ്ലേസ് ചെയ്യേണ്ടതാണ്, നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പോഴേ നമ്മളുടെ ഈ വ്യവസ്ഥ മുമ്പോട്ട് പോകുകയുള്ളൂ. അതുപോലെ ഈ വ്യവസ്ഥയിൽ നമ്മളെ കണ്ടെത്താനുള്ള ഒരു സാമൂഹികമായ സപ്പോർട്ട് സിസ്റ്റം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ എനിക്ക് എന്നെ കണ്ടെത്താൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ശൂദ്രനെ കുറിച്ചിട്ടുള്ളതാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും സമൂഹത്തിൽ വലിയ വ്യത്യാസങ്ങൾ പറയാൻ പറ്റില്ല. പക്ഷെ ശൂദ്രൻ എന്നുള്ളത് ഒരു പതിച്ച അവസ്ഥയായിട്ട് പിന്നീട് മാറുന്നുണ്ടല്ലോ, അല്ലേ? ശൂദ്രൻ, അതെ. ഈ ശൂദ്രനെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തതാണ് ഈ നാടിന് പറ്റിയ അപജയങ്ങളിലൊന്ന്. ശൂദ്രത്വം എന്നുള്ളത് പതിച്ച അവസ്ഥയായിട്ട് നമ്മൾ മനസ്സിലാക്കി കളഞ്ഞു. അവിടെ സംതിങ് ഈസ് മിസ്സിങ്. നമ്മുടെ ഗ്രന്ഥങ്ങളിലൊന്നും ശൂദ്രൻ്റെ സീക്രട്ട് എഴുതിയിട്ടില്ല, രഹസ്യങ്ങൾ എഴുതിയിട്ടില്ല. ശൂദ്രൻ്റെ ഡ്യൂട്ടീസ് എഴുതിയിട്ടുണ്ട്, പലയിടത്തും സേവനമാണ് അവർ ചെയ്യേണ്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. ചിലയിടത്ത് ശൂദ്രനെ അവമതിച്ചിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, അധിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ചില പ്രശസ്തമല്ലാത്ത പല ഗ്രന്ഥങ്ങളിലും അതുണ്ട്. പക്ഷേ ശൂദ്രത്വം എന്നുള്ള വാസ്തവത്തിൽ എന്താണ്? സേവനമാണ്. അവർ ചെയ്യുന്ന ജോലി സേവനമാണ്. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഒരാൾ സേവനം ചെയ്യുന്നത് എപ്പോഴാണ്? എന്തുള്ളപ്പോഴാണ്? ഞാൻ നിങ്ങളെ സെർവ് ചെയ്യുന്നത് എനിക്ക് നിങ്ങളോട് എന്തുള്ളപ്പോഴാണ്? അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. സേവനം സമം വിധേയത്വം, വിധേയത്വം സമം സേവനം എന്നുള്ള ഈ സമവാക്യമാണ് നമ്മളെ തകർത്തത്. ഇതാണ് നമ്മളെ തകർത്തത്. പ്രണയിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയാം? എൻ്റെ 20s ഞാൻ പ്രണയിക്കുമ്പോൾ, അന്നത്തെ പ്രണയമൊക്കെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ പ്രണയിക്കുന്ന കാലത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഞാൻ പ്രണയിക്കുന്ന ആൾക്ക് അസുഖം വരണമെന്ന്. അതെന്താ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം? അയാളോട് ദേഷ്യമുള്ളതുകൊണ്ടാ? ശുശ്രൂഷിക്കാൻ എനിക്കൊരു, എൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ എനിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് അയാൾക്കൊരു ആവശ്യം വരിക എന്നുള്ളത്. അയാൾക്കൊരു ആവശ്യം വരണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ മുഴുവൻ സ്നേഹവും അയാളിലേക്ക് ചൊരിയണമെങ്കിൽ അയാൾക്ക് പനി വരണം. എൻ്റെ ആഗ്രഹം അതായിരുന്നു. ഞാൻ പ്രണയിക്കുന്ന വ്യക്തിക്ക് പനി വരണം, അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, അവിടെ ഇയാളുടെ അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവണം. അപ്പോൾ ഞാൻ മാത്രമേ അയാളെ രക്ഷിക്കാനുള്ളൂ. ഞാൻ അയാളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. ഇത് പ്രണയിക്കുന്ന ഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ഫാൻറ്റസികളിൽ ഒന്നിതാണ്. അയാളെ സെർവ് ചെയ്യാനുള്ള അദമ്യമായ ആഗ്രഹം തോന്നും. എവിടെ നിന്നാണ് ഇത് വരുന്നത്? അയാളോട് വിധേയത്വമുള്ളതുകൊണ്ടാണ്. അതിൻ്റെ ഈ വരുന്ന സെർവിങ് മെൻറ്റാലിറ്റിയുടെ റൂട്ട് എവിടെ കിടക്കുക? വേരെവിടെ കിടക്കുകയാണ്? പ്രണയം, സ്നേഹം. ഈ ഒരു വാക്ക് മിസ്സിംഗ് ആണ്. ശൂദ്രത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും സ്നേഹം എന്നൊരു വാക്ക് ചേർത്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. പകരം ശൂദ്രത്വത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ സ്നേഹമില്ലാത്തത് കൊണ്ട് നമ്മളവിടെ ആ മൗനത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചു? വിധേയത്വം എന്ന് വ്യാഖ്യാനിച്ചു. നിങ്ങൾ വിധേയത്വം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് സേവനം ചെയ്യുന്നത്. അല്ല, തെറ്റ്. നിങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തെ സേവനം ചെയ്യുന്നത്. ഇത് പറയാൻ ആര് വരേണ്ടി വന്നു? സേവനം എന്നൊരു സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ സേവനം ചെയ്യാൻ പറയാൻ ആര് വരേണ്ടി വന്നു? 18-ാം നൂറ്റാണ്ടിൽ വിവേകാനന്ദ സ്വാമിക്ക് വരേണ്ടി വന്നു. സ്വാമി വിവേകാനന്ദനാണ് ആദ്യമായിട്ട് വന്ന് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ ലോകത്തോട് സ്നേഹമുണ്ടോ? നിങ്ങൾ സേവനം ചെയ്യൂ എന്ന്. സ്നേഹവും സേവനവും ഒരു വാക്കാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് സ്വാമി വിവേകാനന്ദനാണ്. ശൂദ്രൻ എന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് ആ മനുഷ്യനാണ്. സേവനം ചെയ്യുന്നത് ശൂദ്രനാണെങ്കിൽ ആ ശൂദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടായിരിക്കണം. അപ്പോൾ സ്നേഹമുള്ള മനസ്സിൽ നിന്നാണ് സേവനങ്ങൾ വരുന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയും അതില്ലല്ലോ. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എവിടെയും ഈ സേവനവും സ്നേഹവും തമ്മിലുള്ള പറഞ്ഞിട്ടില്ല.
അതിന് കൃത്യമായ കാരണങ്ങൾ ഓഷോയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. കാര്യം തത്വചിന്ത പ്രധാനമായിട്ട് ആണ് പ്രധാനമായും നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. നേരെ മറിച്ച് ഈ ഒരു പെർസ്പെക്റ്റീവിലല്ല, സേവനത്തിൻ്റെ പെർസ്പെക്റ്റീവിലല്ല. അതേസമയം ക്രിസ്ത്യാനിറ്റിയെ പോലെയുള്ള മതങ്ങൾ ഇവിടെ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നത് തത്വചിന്താപരമായിട്ടല്ല. അവർ സേവന മനസ്ഥിതിയിലാണ് അത് നിലവിൽ വന്നിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഓഷോ അദ്ദേഹത്തിൻ്റെ ഒരു ടോക്കിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി സേവനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവർ കഴിഞ്ഞ 2000 കൊല്ലമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് സേവനത്തിനാണ്. കാര്യം ദൈവം സ്നേഹമാണെന്നാണ് അവരുടെ ആപ്തവാക്യം. സ്വാമി വിവേകാനന്ദൻ വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു. സ്വാമി വിവേകാനന്ദൻ വരെ കാത്തിരിക്കാനുള്ള കാരണം എന്താണ്? ജാതി വന്നതാണ്. വർണ്ണത്തിൽ ഇതൊക്കെ അന്തർലീനമാണ്. സ്നേഹമുള്ളവനെ സേവനം ചെയ്യാൻ പറ്റൂ. കാര്യം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്നതാണല്ലോ നമ്മളുടെ വർണ്ണം. അപ്പോൾ സ്നേഹമുള്ള ഒരാൾ മാത്രമേ സേവനത്തിൻ്റെ മേഖല തിരഞ്ഞെടുക്കൂ, അല്ലാത്തൊരാൾ തിരഞ്ഞെടുക്കില്ല. ആ രീതിയിൽ അത് കുറ്റമറ്റ രീതിയിൽ പോയിക്കൊണ്ടിരുന്നെങ്കിൽ പിന്നീട് ജാതി വ്യവസ്ഥയായപ്പോൾ അത് അടിച്ചേൽപ്പിക്കപ്പെട്ടു, വിധേയത്വമായി മാറി. അപ്പോഴാണ് വിവേകാനന്ദ സ്വാമിക്ക് വരേണ്ടി വന്നത്. അപ്പോഴാണ് സ്വാമിജിക്ക് വന്നിട്ട് നമ്മൾ സ്നേഹത്തിൽ നിന്ന് സേവനം ചെയ്യൂ എന്ന് പറഞ്ഞത്. മാനവസേവ മാധവ സേവ, നരസേവ നാരായണ സേവ എന്നാക്കി മാറ്റി. സ്നേഹം വേണം, ഭക്തി വേണം, ഡിവോഷൻ വേണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റൂ. മറ്റേ ആൾക്ക് ആ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വരാൻ ഞാൻ തെറ്റായി പറയല്ല, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ഓടിയെത്തിയിരിക്കും അവിടെ. ആരും നമ്മളോട് പറയണ്ട, നമ്മുടെ ജൈവവാസനയാണ് അയാളെ സെർവ് ചെയ്യുക എന്നുള്ളത്. അയാൾക്ക് എന്താവശ്യം വന്നോ ഞാനവിടെ ഉണ്ടാവും. അയാൾ മനസ്സിൽ കാണുമ്പോൾ ഞാനത് മാനത്ത് കണ്ട് അയാൾക്ക് ചെയ്തു കൊടുത്തിരിക്കും. കാരണം എന്താ? എൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് ലവ് ആണ്, ലവ്. അപ്പം ഈ സ്നേഹത്തിൽ നിന്നായിരുന്നു വാസ്തവത്തിൽ ഈ സേവനം വന്നതെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഇത്രയും മോശമായി പോവില്ലായിരുന്നു നമ്മുടെ സിസ്റ്റം. നമുക്ക് ഈ ഒരു സീക്രട്ട് കിട്ടിയില്ല. ഒടുവിൽ വിവേകാനന്ദ സ്വാമിയാണത് കണ്ടെത്തി നമുക്ക് വീണ്ടും തന്നത്. നിങ്ങൾക്ക് സ്നേഹമുള്ളപ്പോഴാണ് നിങ്ങൾ സേവനം ചെയ്യുന്നത്. അങ്ങനെ സേവനം ചെയ്യുമ്പോഴാണ് ശൂദ്രവർണ്ണം ഉണ്ടാകുന്നത്. ഇപ്പോൾ സനാതനധർമ്മത്തിലെ ഈ 4 വർണ്ണങ്ങളുടെ മോട്ടീവ് ഇതൊക്കെയാണ്. ഇത് 4 ഇവിടെ ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. ഈ 4 തരത്തിൽ നിങ്ങൾ പുതിയതായിട്ട് കുറച്ച് മനുഷ്യരെ സൃഷ്ടിച്ച് ഒരു ദ്വീപിൽ കൊണ്ടാക്കിയാൽ കുറച്ച് കഴിയുമ്പോൾ അതിനകത്ത് കുറേ പേര് ഇൻ്റലക്ച്വലായിട്ട് പോകും, കുറേ പേര് ലീഡർഷിപ്പിലേക്ക് പോകും, കുറേ പേര് കൃഷിക്ക് അധികം വരുന്നത് വാണിജ്യത്തിലേക്കും പോകും, കുറച്ച് പേര് സേവനത്തിലേക്ക് പോകും. അതൊരു എന്താ പറയുക, ഒരു ചട്ടക്കൂടാണ്, ഇവിടെ ഉള്ള ചട്ടക്കൂടാണ്. ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള ഡിവിഷൻസ് വന്നിട്ടുണ്ട്. തൊഴിൽ വിഭജനങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ ഇത് വർണ്ണം എന്ന് പറയുമ്പോൾ വരിക്കുന്നത് കൂടിയാണ്. എൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് സേവന മേഖല തിരഞ്ഞെടുക്കാം. സേവന മേഖലയാണ്, അല്ലാണ്ട് വെറും അടിമപ്പണി അല്ല. അവിടെ സേവനം എന്ന് പറഞ്ഞാൽ ഒരു ഉത്കൃഷ്ടമായ ബോധത്തോടു കൂടി ചെയ്യേണ്ടതാണ്. അവിടെയാണ് നമുക്ക് തെറ്റിപ്പോയത്. സേവനം എന്ന് പറയുന്നത് എന്തോ കുറഞ്ഞതാണ് എന്നുള്ളൊരു ബോധ്യത്തിലാണ് നമ്മൾ കാലിടറി വീണുപോയി. ഈ മഹാധനത്തിനുള്ളിൽ വന്ന ദാരിദ്ര്യമായി പോയത്. നേരെ മറിച്ച് ഇപ്പം സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സിന്ധു നദീതട സംസ്കാരത്തിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ പഴക്കമുണ്ട്. ഒരുപക്ഷേ 5000 ആയിരിക്കണമെന്നില്ല അതിൻ്റെ പഴക്കം, 3500 5000 ആയിരിക്കണമെന്നില്ല, 8000 10000 വർഷങ്ങളൊക്കെ അതിന് പഴക്കം ഉണ്ടാവാം. അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇവിടെ ഓരോ വ്യവസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ഈ ഒരു ഡിവിഷൻ കാണാൻ പറ്റിയിട്ടുണ്ട്. പ്രീസ്റ്റുകൾക്കൊരു സ്ഥലം, അതായത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സ്ഥലം, രാജാക്കന്മാർക്കും പടയാളികൾക്കുള്ള മറ്റൊരു സ്ഥലം കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. കൃഷിക്കും വാണിക്കുകൾക്കുള്ള മറ്റൊരു സ്ഥലം, സേവകർക്കുള്ള മറ്റൊരു സ്ഥലം. ഇങ്ങനെ ഈ ഒരു ബേസിക് ഡിവിഷൻ പല മൺമറഞ്ഞു പോയ പല സംസ്കൃതികളിലും ഈ ബേസിക് ആയിട്ടുള്ള തൊഴിൽ വിഭജനങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഗ്രീസിൽ പോയാലും നമുക്കിതൊക്കെ കാണാൻ പറ്റും. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളവരുണ്ട്, സേവന മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാ പൗരാണിക സംസ്കൃതിയിലും ഇതുണ്ട്. സനാതനധർമ്മത്തെ മാറ്റി നിർത്തുന്നത് അതുമാത്രമല്ല, സനാതനധർമ്മത്തിൽ സനാതനമായ ഒന്നിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അത് ആത്മാവ്. മനുഷ്യനൊരു ആത്മാവുണ്ട്. ഈ ആത്മാവുള്ളതുകൊണ്ട് കേട്ടോ വൈവിധ്യമുള്ളത്. ആത്മാവില്ലെങ്കിൽ നമുക്ക് വൈവിധ്യമില്ല, ഇക്വാലിറ്റിയാണ്, മെക്കാനിക്കൽ ഇക്വാലിറ്റിയാണ്. ഈസി ആയിട്ട് നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്ത് വയ്ക്കാം. ഇപ്പം നമുക്ക് കാറുകൾ, ഒരേ ടൈപ്പിലുള്ള എത്ര വേണേൽ കാറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാര്യം എന്താ? അതിന് ആത്മാവില്ല, അത് മെഷീനാണ്. മനുഷ്യനെ അങ്ങനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ? മനുഷ്യനെ ഒരിക്കലും ഒരു ഗ്രൂപ്പാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവനിൽ വൈവിധ്യങ്ങളുണ്ട്. എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ വൈവിധ്യം വരുന്നത്? അവൻ ആത്മാവുണ്ട്. ആത്മാവെന്ന് പറഞ്ഞത് തന്നെ വൈവിധ്യമാണ്. വൈവിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സെലിബ്രേഷനാണ്, ആനന്ദമാണ്, ആഘോഷമാണ്.
ഇങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ സനാതനധർമ്മത്തെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ സനാതനം ശരിക്കും ഒരു സ്നേഹത്തിൻ്റെ ധർമ്മമാണെന്ന്. സനാതനധർമ്മം ആത്മാവിൻ്റെ ധർമ്മമാണ്. അതിലെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. സ്നേഹത്തിൽ നിന്നാണ് സേവനം വരുന്നത്. സ്നേഹത്തിൽ നിന്ന് സേവനം വരുന്നു എന്ന് തിരിച്ചറിയാത്തത് കൊണ്ടുണ്ടായ കുഴപ്പങ്ങളാണ് നമ്മൾ ഈ കണ്ടത് മുഴുവൻ. ഈ കണ്ട മുഴുവൻ ദാരുണമായ എപ്പിസോഡുകളും സംഭവിച്ചത് സേവനം സ്നേഹത്തിൽ നിന്ന് വന്നു എന്ന് തിരിച്ചറിയാതെ പോയതാണ്. സന്തോഷം.